കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായിട്ട് ഞാൻ വീണ്ടും ദൈവത്തെ സ്തുതിക്കുന്നു. റോമ ലേഖന പഠനത്തിൽ നമ്മളായിരിക്കുകയാണ്. ഇന്ന് തുറന്ന ദിവസത്തിന്റെ പാഠശാല എന്ന ബൈബിൾ ക്ലാസ്സിന് 119ാമത്തെ സെഷനിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. റോമാലേഖനം 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. എന്നാൽ അതിന് മുൻപായിട്ട് ഒരു ചെറിയ അനൗൺസ്മെന്റ് ഒരിക്കൽ കൂടി ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്രൂവ്ഡ് വർക്ക്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, നിങ്ങളെല്ലാവരും അറിയുന്ന പോലെ തന്നെ ഈ ഒരു ഗ്രാജുവേറ്റ് പ്രോഗ്രാം, ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ അഡ്വാൻസ്ഡ് ഡിസ്പെൻസേഷണൽ സ്റ്റഡീസ് നമ്മുടെ ഇടയിലുണ്ട്. ഇത് അമേരിക്കയിൽ നിന്നും US-ൽ നിന്നും ഉള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ്. 1 ഇയർ കോഴ്സാണ്. ഇത് ഏപ്രിൽ മാസം 19-ാം തീയതി ഈ ക്ലാസ് ആരംഭിക്കുന്നു. നിങ്ങൾക്ക് ഈ നോട്ടീസിൽ കാണുന്ന പോലെ തന്നെ നിങ്ങളിൽ ഒട്ടുമുക്കാലും പേർക്ക് വാട്സാപ്പിൽ കൂടെ ഇത് ലഭ്യമായിട്ടുണ്ട്. ഇത് 1 ഇയർ കോഴ്സാണ്. കോഴ്സ് ഫീസ് ഇത് ഫ്രീ ആയിട്ടുള്ള കോഴ്സാണ്. കോഴ്സ് ഡ്യൂറേഷൻ 1 ഇയർ ആണ്. മോഡ് ഓഫ് സ്റ്റഡി ഓൺലൈനിലായിട്ടാണ് ഇത് പഠിപ്പിക്കുന്നത്. ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കേഷൻ കൊളംബസ് ബൈബിൾ ചർച്ച്, കൊളംബസ്, ഒഹായോ, USA. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുവാൻ ആഗ്രഹിക്കുന്നവരെ എന്നെയോ ഡോക്ടർ ചെറിയാൻ കുര്യനെയോ ഞങ്ങളുടെ വാട്സാപ്പിൽ ഒക്കെ നമ്പറൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. വാട്സാപ്പിലോ അല്ലെന്നുണ്ടെങ്കിൽ cbcawi.org എന്ന വെബ്സൈറ്റിൽ കൂടിയോ ഇതിന്റെ കൂടുതൽ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. CBC കൊളംബസ് ബൈബിൾ ചർച്ച് AWI അപ്രൂവ്ഡ് വർക്ക്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട്.org എന്ന ഇമെയിൽ അഡ്രസ്സിൽ കൂടി നിങ്ങൾക്ക് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കും. ഏപ്രിൽ 19-ാം തീയതി 2025 ഇതിന്റെ സെക്കൻഡ് ബാച്ച് ആരംഭിക്കുകയാണ്. ഈ പഠനം നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായിരിക്കും. അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ പറയുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ഈ കോഴ്സ് എന്ന് പറയുന്നത് ഓൾറെഡി തിയോളജിയിൽ ഒരു ബേസിക് ഡിഗ്രി ഉള്ളവരും, അതുപോലെ തന്നെ ബൈ ചാൻസ് ചിലർക്ക് ഡിഗ്രി ഇല്ലെങ്കിലും ശുശ്രൂഷ പരിചയമുണ്ട്, അങ്ങനെ ഒരു മെച്യൂർഡ് കാൻഡിഡേറ്റ് റൂട്ട്, ആ ഒരു റൂട്ടിൽ കൂടിയും നിങ്ങൾക്ക് ഇതിൽ അഡ്മിഷൻ ലഭിക്കുന്നതാണ്. പക്ഷെ എന്നുണ്ടെങ്കിൽ ഇത് പഠിക്കുന്നത് ജസ്റ്റ് ഒരു കോഴ്സ് കൂടെ പഠിച്ച് നമുക്കൊരു സർട്ടിഫിക്കേഷൻ കൂടെ നേടുവാൻ വേണ്ടിയിട്ടല്ല. ഇത് പഠിക്കുന്നത് ഒരു ഡിസ്പെൻസേഷണൽ ഗ്രേസ് ഗോസ്പൽ, റൈറ്റ്ലി ഡിവൈഡ്, എന്താണ് റൈറ്റ് ഡിവിഷൻ എന്ന് നിങ്ങളെ പഠിപ്പിക്കുന്നത്, ഇത് പ്രസംഗിക്കുവാനും മറ്റുള്ളവരെ പഠിപ്പിക്കുവാനും ഉള്ള ഒരു ആത്മഭാരത്തോട് അത് ഏറ്റെടുക്കുവാനും അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് നിങ്ങളിൽ ഉണ്ടാകുവാനും വേണ്ടിയിട്ടാണ്. അങ്ങനെ ആ കമ്മിറ്റ്മെന്റ് ഉള്ളവർ ദൈവവേലയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടവരാണ് ഈ ട്രെയിനിങ്, ഈ കോഴ്സിന് ചേരേണ്ടതെന്ന് ഞാൻ പ്രാരംഭമായിട്ട് ഓർപ്പിക്കട്ടെ. കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം 35 പേരോളം അതിൽ ചേരുവാനായിട്ട് ഇടയായി. 30 പേര് ഗ്രാജുവേറ്റ് ആകുവാനായിട്ട്, പാസ് ഔട്ട് ആകുവാനായിട്ട് ഇടയായി. 30 പേരിൽ പലരും ശക്തമായിട്ട് കർത്താവിന്റെ വയൽ പ്രദേശത്ത് ഇന്ന് അധ്വാനിക്കുന്നു, ഈ സുവിശേഷം അറിയിക്കുന്നു. നോർത്ത് ഇന്ത്യയിലൊക്കെ ഉണ്ടായിരിക്കുന്ന അഭൂതപൂർവമായ വളർച്ച, ഉത്തർപ്രദേശില്, പഞ്ചാബില്, നേപ്പാളില് ഒക്കെ ഉണ്ടായിരിക്കുന്ന വളർച്ച കണ്ടു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ജനങ്ങൾ കൂടി വരുന്ന കൂട്ടങ്ങൾ നമുക്ക് അവിടെ ലഭിക്കുവാനും ഈ സുവിശേഷം എത്തിക്കുവാനും ആത്മഭാരത്തോടെ അനേകർ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നു. അതൊക്കെ അതിന്റെ ഒരു വലിയ പങ്ക് ഈ അബ്രോഡ് വർക്ക്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിനുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒറീസയിലും മഹാരാഷ്ട്രയിലും ഉത്തർപ്രദേശിലും ഒക്കെ അതിന്റെ ഒരു വലിയ പ്രതിഫലനം, റിഫ്ലക്ഷൻ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ അത് ആരംഭിക്കുകയാണ്. താല്പര്യമുള്ളവർ അതിനു വേണ്ടിയിട്ട് ഉത്സാഹിക്കുവാനായിട്ട് ഓർപ്പിക്കുന്നു. ഇംഗ്ലീഷിലായിരിക്കും കോഴ്സ്. എന്നിരുന്നാലും നമുക്ക് വരുന്ന പുതിയ ടെക്നോളജികളൊക്കെ ഉപയോഗിച്ച് പല വീഡിയോകളും അതിനെ ഹിന്ദിയിലേക്കും മലയാളത്തിലേക്കും ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്, പല ഇംഗ്ലീഷ് വീഡിയോകളും. അപ്പോൾ ആ നിലയിലൊക്കെ നമുക്ക് സഹായകമായിരിക്കും. ഒരു പക്ഷെ എന്നുണ്ടെങ്കിൽ അത്രമാത്രം ഇംഗ്ലീഷിൽ എനിക്ക് പ്രാവീണ്യമില്ല, അതുകൊണ്ട് എനിക്ക് ഈ കോഴ്സ് പഠിക്കാൻ കഴിയത്തില്ല എന്നാരെങ്കിലും ചിന്തിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലെറ്റ് മീ നോ. നമുക്ക് പേഴ്സണലായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന കേസാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ അതിനു വേണ്ടിയിട്ട് സഹായിക്കാൻ നമുക്ക് താല്പര്യമുണ്ട്. അതുകൊണ്ട് ദയവായിട്ട് അത് കാണുകയും അതിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ ആഗ്രഹിക്കുന്നവർ ബന്ധപ്പെടുകയും ചെയ്യാനായിട്ട് അപേക്ഷിക്കുകയാണ്. രണ്ടാമത് ഒരു നോട്ടീസ് കൂടി കാണിച്ചോട്ടെ. നിങ്ങൾക്കറിയാം, ഇത് റൈറ്റ്ലി ഡിവൈഡ് ദ വേർഡ് ഓഫ് ട്രൂത്ത്, റൈറ്റ് ഡിവിഷൻ, റൈറ്റ്ലി ഡിവൈഡ് എന്ന് പറയുന്ന ഒരു ബൈബിൾ സെമിനാർ നമുക്ക് ഈ മെയ് മാസം 20-21 തീയതികളിൽ മാരാമണ്ണ മർത്തോമ ചർച്ചിന്റെ റിട്രീറ്റ് സെന്റർ അവിടെ വെച്ച് ക്രമീകരിച്ചിരിക്കുന്നു. ഞാൻ ഇതിനു മുമ്പ് കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞത് 19-20 തീയതികളിലാണ്. പക്ഷെ ഉണ്ടെങ്കിൽ ഒരു ചെറിയ മാറ്റം അതിൽ വന്നിട്ടുണ്ട്. 20-21 തീയതികളാണ്. പുതിയ ഒരു അഡ്വർടൈസ്മെന്റും പുതിയ എല്ലാ അതിന്റെ ലഘുലേഖകളും എല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. 2021 മെയ് മാസം 20-21 മാരാമണ്ണ കോഴഞ്ചേരി മർത്തോമ റിട്രീറ്റ് സെന്ററിൽ വെച്ച് ഈ ഒരു ബൈബിൾ സ്റ്റഡി 2 ദിവസത്തെ പ്രോഗ്രാമാണ് അവിടെ വെച്ച് നടക്കുന്നു. ഇത്
നമ്മുടെ എൽദോ ബ്രദർ എലന്തൂരിൽ കണ്ടക്ട് ചെയ്യുന്ന ബൈബിൾ ക്ലാസിന്റെ റിസൾട്ടായിട്ടാണ് ഈ ഒരു ബൈബിൾ ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ബൈബിൾ ക്ലാസ് നടക്കുന്നത് എലന്തൂരിലെ സിബി ബ്രദറിന്റെ ഭവനത്തിലാണ്. സിബി ബ്രദറാണ് ഇതിനകത്തിൽ ഏറ്റവും കൂടുതൽ അതിനെ മുന്നിൽ നിന്നുകൊണ്ട് അതിന് നേതൃത്വം കൊടുക്കുന്നത്, ഈ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്യുവാനായിട്ട് കാര്യങ്ങൾ ലീഡ് ചെയ്യുന്നത്. ആ ബ്രദറിനായിട്ട് കുടുംബത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൽദോ ബ്രദറിന്റെ എലന്തൂരിലെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് കോട്ടയത്ത് നിന്നും എലന്തൂരിൽ പോയി നടത്തുന്ന ബൈബിൾ ക്ലാസിന്റെ ഫലമായിട്ടാണ് ഇങ്ങനൊരു സെമിനാർ അവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. അനേകർ ഈ സത്യം അറിയുവാൻ ദൈവം സഹായിക്കട്ടെ. ബ്രദർ നദീഷ് ചെറിയാനെ ഒട്ടുമുക്കാലും പേർക്ക് നമ്മുടെ ഈ ഒരു ഗോളത്തിൽ അറിയാവുന്നവരാണ്. ബൈബിൾ പ്രൊഫസീസ് എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു യൂട്യൂബ് ചാനൽ താൻ നടത്തുന്നുണ്ട്. 65,000-ലേറെ ഫോളോവേഴ്സ് തനിക്കുണ്ട്. അതുപോലെ തന്നെ എൽദോ വർഗീസ് ബ്രദർ, നിങ്ങൾക്കൊക്കെ അറിയാം, ഈ കാലഘട്ടത്തിൽ കർത്താവിന്റെ നാവായിട്ട് ശക്തമായിട്ട് പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കൂടെ ഞാനും ഉണ്ടായിരിക്കും. ഞങ്ങൾ 3 പേരും കൂടെ ചേരുന്ന ഒരു ബൈബിൾ സെമിനാറാണ്. റൈറ്റ് ഡിവിഷനെ കുറിച്ചും ഗ്രേസ് ഗോസ്പലിനെ കുറിച്ചും നിങ്ങൾക്ക് പഠിക്കുവാനും ഒന്നിച്ച് സംശയങ്ങളൊക്കെ തീർക്കുവാനും കർത്താവിനെ ആരാധിക്കുവാനും പാടുവാനും മഹത്വപ്പെടുത്തുവാനും ഒക്കെ കഴിയുന്ന രീതിയിൽ നമ്മളോടൊപ്പം ഇമാനുവൽ ഹെൻറിയും ബ്ലമിനും ഒക്കെ ഉണ്ടായിരിക്കും. അനുഗ്രഹിക്കപ്പെട്ട 2 ദിവസങ്ങളായിരിക്കും എന്ന് ഞാൻ മുന്നമേ അറിയിക്കുന്നു. അതിനു വേണ്ടിയിട്ട് വരാൻ താല്പര്യമുള്ളവര് തീർച്ചയായിട്ടും നിങ്ങളത് ബുക്ക് ചെയ്യുവാനായിട്ട് ഓർപ്പിക്കുകയാണ്. നമുക്ക് എത്ര പേരുണ്ടായിരിക്കും എന്നുള്ളതിനെ കുറിച്ചൊരു അറിവുള്ളത് പല കാര്യങ്ങൾക്കും നല്ലതാണ്. അവിടുത്തെ ഹോളുകളും അതുപോലെ തന്നെ നിങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ട്. AC റൂം വേണോ, നോർമൽ റൂം വേണോ, എല്ലാ സൗകര്യങ്ങളും ആ റിട്രീറ്റ് സെന്ററിലുണ്ട് എന്ന് അറിയുവാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ ബുക്ക് ചെയ്യുവാനായിട്ടും അതുപോലെ തന്നെ 2 ദിവസത്തെ പ്രോഗ്രാം ആയതുകൊണ്ട് പല കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടതായിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ബ്രദർ സിബി അങ്ങനെ ഒരു ഫോം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഞങ്ങളൊക്കെ നദീഷ് ബ്രദറിന്റെയും എന്റെയും എൽദോ ബ്രദറിന്റെയും ഒക്കെ ചാനലുകളിൽ കൂടി അത് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. വാട്സാപ്പിൽ കൂടെ നിങ്ങൾക്ക് അത് ലഭിക്കും. അതൊരു ഗൂഗിൾ ലിങ്ക് ആണ്. ആ ഒരു ഫോം ജസ്റ്റ് 2-3 കാര്യങ്ങൾ ടൈപ്പ് ചെയ്താൽ മതിയാവും. വലിയ നീളത്തിൽ ഒത്തിരി ഒന്നും ടൈപ്പ് ചെയ്യേണ്ടതായിട്ടില്ല. 2-3 ക്ലിക്ക്, അതോടുകൂടി കാര്യങ്ങൾ തീരും. അതുപോലുള്ള ചെറിയ ഫോമാണ്, കൺവീനിയന്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഫോമാണ്. അത് നിങ്ങളൊന്ന് ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ രജിസ്ട്രേഷൻ അതിൽ കൺഫേം ആകും. അതിൻ്റെ അനുസരിച്ച് മുന്നോട്ട് ഞങ്ങൾക്ക് കാര്യങ്ങൾ നീക്കുവാൻ കഴിയുമല്ലോ. അതിനും നിങ്ങൾ സഹകരിക്കുവാനും ഉത്സാഹത്തോടെ ആ വിഷയങ്ങളിലൊക്കെ ഞങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ, നിങ്ങളാവോളം ഉത്സാഹിക്കുവാനും ഈ സമയത്ത് ഞാൻ വിശേഷാൽ ഓർപ്പിക്കുകയാണ്. കൂടുതലായിട്ട് അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ് വരും ദിവസങ്ങളിൽ തരാം. എന്നാൽ എന്തെങ്കിലും അറിയാൻ ആഗ്രഹിക്കുന്നവർ ദയവായിട്ട് ഞങ്ങളെ ബന്ധപ്പെട്ടാട്ടെ. റോമാലേഖനത്തിന്റെ പഠനത്തിലേക്ക് നമ്മൾ തിരികെ വരികയാണ്. അതിന്റെ 1-ാമത്തെ അധ്യായം ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ച് നിർത്തുവാനായിട്ട് ഇടയായത്. ക്രിസ്തീയ സഭാ ചരിത്രത്തിൽ നവീകരണത്തിനും ആത്മീക ഉണർവിനും ഒക്കെ വഴിയൊരുക്കിയ പ്രൗഢഗംഭീരമായ ഒരു ഗ്രന്ഥമാണ് റോമാലേഖനം. ഇന്നും അത് ആയിരങ്ങളോട് സംസാരിക്കുകയും വ്യക്തികളിൽ ബോധവൽക്കരണം വരുത്തുകയും ചെയ്തുകൊണ്ടായിരിക്കുന്നു. പൗലോസ് അപ്പോസ്തലന് ഇത് കെങ്ക്രയയിലെ സഭയിൽ അവിടെ ആയിരിക്കുമ്പോൾ അവിടെ നിന്ന് ഇത് എഴുതുന്നത് വലിയ ആത്മപ്രേരണയോടും പരിശുദ്ധ ആത്മാവിന്റെ നിറവോടും കൂടിയാണ്. റോമിൽ നിന്ന് ഈ ലേഖനം, ഈ സുവിശേഷം ലോകമെമ്പാടും മുഴങ്ങിച്ചെല്ലണം. ആ ഒരു വലിയ ആത്മീക ഉദ്ദേശത്തോടെ ഇത് എഴുതുമ്പോൾ അനേകർ റോമിൽ രക്ഷിക്കപ്പെടുവാനും അതോടൊപ്പം തന്നെ 2000 വർഷങ്ങൾക്ക് ശേഷമായിരിക്കുന്ന നമ്മുടെ ഉള്ളിൽ വരെ അത് ക്രിയ ചെയ്യുന്ന നിലയിൽ പരിശുദ്ധ ആത്മാവിനാൽ രചിക്കപ്പെട്ടിരിക്കുന്ന ലേഖനങ്ങളിൽ ഒന്നാണ് റോമാലേഖനം. 1-ാം അധ്യായം കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് ചിന്തിക്കുവാനായിട്ടിടയായി. പലരുടെയും ആത്മീക ജീവിതത്തിൽ അത് അനുഗ്രഹമായിരിക്കുന്നു എന്ന് കേൾക്കുന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. എന്നാൽ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ചോദിച്ചിരുന്നു, ക്രിസ്ത്യാനിറ്റി എവിടെയാണ് ആരംഭിച്ചത് എന്ന് ആർക്കെങ്കിലും പറയുവാനായിട്ട് കഴിയുമോ? നമ്മൾ പറയുന്നു പൗലോസ് അപ്പോസ്തലൻ കർത്താവിനാൽ വിളിക്കപ്പെടുകയും ഈ വലിയ ഒരു ഡിസ്പെൻസേഷൻ ഓഫ് ഗ്രേസ്, മറഞ്ഞിരുന്ന ഈ സ്വർഗീയ മർമ്മം, അന്ന് വരെ ഉലകത്തിൽ മറഞ്ഞിരുന്ന ഈ സ്വർഗീയ മർമ്മം ദൈവം തനിക്ക് വെളിപ്പെടുത്തുകയും തന്നിലൂടെ ആരംഭിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു വലിയ ദൈവിക ദൗത്യം, വലിയ ദൈവിക പദ്ധതി, അതാണ് ഈ ക്രിസ്തീയ പദ്ധതി എന്ന് പറയുന്നത്. എന്നാൽ അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കർത്താവിന്റെ ക്രൂശിലൂടെ ഒഴുകിയിരിക്കുന്ന രക്തവുമാണ്. എന്നാൽ അതിന് പിന്നിൽ നിന്ന് സാത്താനാണെങ്കിലും ആ സാത്താന് അത് അറിഞ്ഞിരുന്നുവെങ്കിൽ അവൻ അത് ഒരിക്കലും ചെയ്യത്തില്ലായിരുന്നു എന്ന് തിരുവചനം തന്നെ നമ്മെ പഠിപ്പിക്കുന്നു. ഇതിൽ കൂടി ഇങ്ങനെ വലിയൊരു സ്വർഗീയ പദ്ധതി ആരംഭിക്കാൻ പോവുകയാണ്, ക്രൂശാണ് അതിന് നിദാനം എന്ന് സാത്താൻ അറിഞ്ഞിരുന്നുവെങ്കിൽ അവൻ അത് നിവർത്തിക്കുവാനായിട്ട് സമ്മതിക്കത്തില്ലായിരുന്നു എന്ന് നമ്മൾ പഠിച്ചു. പൗലോസ് അപ്പോസ്തലൻ കൂടെയാണ് ഈ ക്രിസ്തീയ മാർഗം ആരംഭിച്ചതെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നല്ല, നമ്മൾ ഈ പുസ്തകം പഠിക്കാൻ തുടങ്ങിയ കാലം മുതലേ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയും മനസ്സിലാക്കി തരികയും ചെയ്യുന്ന
ഒരു കാര്യമാണല്ലോ. ഇവിടെ ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു, ആർക്കെങ്കിലും ഇനി അതല്ല ക്രിസ്ത്യാനിറ്റി അന്നല്ല ആരംഭിച്ചു, ഇന്നത്തെ ക്രിസ്ത്യന്റെ മുഴുവനും ഒരു 99.5% വലിയ തെറ്റിലേക്ക് പോയിരിക്കുകയാണെന്ന് വീണ്ടും വീണ്ടും ഞാൻ ഓർപ്പിക്കുന്നത് ആരെയും കുറ്റം പറയുവാൻ വേണ്ടിയിട്ടല്ല, ആത്മഭാരം കൊണ്ട്. കാര്യം വലിയൊരു ചങ്ക് ഓഫ് ക്രിസ്ത്യാനിറ്റി ഈ സത്യം അറിയാതെ പോയിരിക്കുക. അത് ചെറിയ മിസ്റ്റേക്കുകളിലാണ് ഇത്ര വലിയൊരു ഭയങ്കര മിസ്റ്റേക്കിലേക്ക് പോയിരിക്കുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നല്ലോ, ഒരു വലിയ കാൽക്കുലേഷൻ വഴിക്കണക്കാണ്. അതിന്റെ ആ രണ്ടാമത്തെ ലൈനിൽ ഇട്ട വാല്യൂ മാത്രം ഒന്ന് തെറ്റിപ്പോയി. ആ രണ്ടാമത്തെ ലൈനിന് ശേഷം വന്ന മൂന്നാമത്തെ ലൈൻ തെറ്റി, നാലാമത്തെ ലൈൻ തെറ്റി, 20ാമത്തെ ലൈനും തെറ്റിപ്പോയി. അതിന്റെ അവസാനത്തെ ഫൈനൽ ആൻസർ തെറ്റായി പോകും. കാര്യം ആ രണ്ടാമത്തെ ലൈനിൽ വന്നിരിക്കുന്ന മിസ്റ്റേക്കാ. എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ആദ്യകാലങ്ങളിൽ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടാതെ പിതാക്കന്മാരും പിതൃസമ്പ്രദായങ്ങളും ചക്രവർത്തിമാരും ഒക്കെ ചേർന്ന്, കൗൺസിലുകളും ഒക്കെ ചേർന്ന് എടുത്ത തീരുമാനങ്ങളാണ് ഇന്നത്തെ ക്രിസ്ത്യാനിറ്റിയുടെ ബേസസ് എന്ന് പറയുന്നത്. എന്നാൽ പൗലോസ് അപ്പോസ്തലനോട് ദൈവം വിളിച്ച് സ്വർഗത്തിൽ മറഞ്ഞിരുന്നൊരു സ്വർഗീയ മർമ്മമുണ്ട്. അനാദികാലം മുമ്പേ സ്വർഗത്തിൽ മറഞ്ഞിരുന്ന, ദൈവത്തിൽ മറഞ്ഞിരുന്ന ആ സ്വർഗീയ പദ്ധതി അതെന്താണെന്ന് പഠിക്കുവാനും മനസ്സിലാക്കുവാനും സാത്താൻ ജനത്തിനെ അനുവദിച്ചിട്ടില്ല. വളരെ ശക്തമായിട്ട് അവൻ ഈ ലോകത്തിന്റെ അധിപതിയാണ്, ഈ അന്ധകാരത്തിന്റെ ലോകാധിപതിയാവൻ. ഇവിടെ എന്തെങ്കിലും നടക്കണമെന്നുണ്ടെങ്കിൽ അവൻ അതിനെ ശക്തമായിട്ട് എതിർക്കും. ഒരു കൗൺസിൽ കൂടി അതിനെ നമ്മൾ നീക്കിക്കളയാൻ ശ്രമിച്ചാൽ അവൻ 7 കൗൺസിൽ കൂടി അതിനെ ഉറപ്പിക്കും. നമ്മൾ എന്ത് ചെയ്യുന്നു അതിന്റെ 10 മടങ്ങ് ഇരട്ടി ശക്തിയോടെ അവൻ കൂടെ നീക്കിയ കാര്യം. ഈ ലോകത്തിന്റെ അധിപതി അവൻ ഉലകം സ്ഥാപിച്ച നാൾ മുതൽ സ്വർഗത്തിൽ ദൈവത്തിനോട് പോരാടിയ, ദൈവത്തിനെതിരെ തിരിഞ്ഞ സാത്താൻ ഉലകത്തിലും ലോകത്തിലും ദൈവത്തിനെതിരെ തിരിയുകയും അന്ത്യന്യായവിധി വരെ, ആ നിത്യ നരകത്തിലേക്ക് പോകുന്നതുവരെ അവൻ ലോകത്തിനെതിരായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ സത്യമാർഗത്തിലേക്ക് പോകുവാൻ സർവ്വസാധാരണമായിട്ട് സാത്താൻ അതിനെ അനുവദിക്കത്തില്ല. നിങ്ങൾ ഈ വിചാരിക്കുന്ന മാതിരി 10,000 പേര് 25,000 പേരോടെ കൂടി 40,000 പേര് കൂടി എന്നൊക്കെ പറയുമ്പോൾ ഇതെല്ലാം ലോകപരമായ കൂട്ടമാണ്. ഇതൊന്നും ദൈവിക കാര്യങ്ങളുടെ പുറകെ പോകുന്നവരല്ല. ഈ ലോകത്തിലെ അനുഗ്രഹങ്ങൾക്കും ബ്ലെസ്സിങ്സിന്റെയും പുറകെ കൂടുന്നവരാണ്. സത്യമാർഗം എന്താണെന്ന് തിരുവചനത്തിൽ കൂടി വാസ്തവമായിട്ട് പഠിക്കുവാൻ ഞാൻ വീണ്ടും ഓർപ്പിക്കുക. കർത്താവ് തന്റെ ലോകത്തിലെ മിനിസ്ട്രിയിൽ ഒരു ചെറിയ ഉപമ മാത്രം പറഞ്ഞത് ഞാനൊന്ന് കാണിച്ച് നിങ്ങളെ ഒന്ന് വാമപ്പ് ചെയ്തുകൊണ്ട് ഈ വിഷയത്തിലേക്ക്, ഇന്നത്തെ പഠനത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുക. ഇവിടെ ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഉപമ ഒന്ന് കാണിച്ചോളട്ടെ. അവിടെ പറയാണ്, അവൻ ഈ ഉപമയും പറഞ്ഞത്, ഒരുത്തന് തന്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു. അവൻ അതിൽ ഫലം തിരഞ്ഞു വന്നു, കണ്ടില്ല താനും. അവൻ തോട്ടക്കാരനോട്, ഞാനിപ്പോൾ 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു, കാണുന്നില്ല താനും. അതിനെ വെട്ടിക്കളക, അത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞു. അതിനവൻ, കർത്താവേ, ഞാൻ അതിന് ചുറ്റും കിളച്ച് വളമിടുവോളം ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ, മേലാൽ കായ്ച്ചില്ലെങ്കിലോ, ഇല്ലെങ്കിൽ വെട്ടിക്കളയാം എന്ന് ഉത്തരം പറഞ്ഞു. ഈ ഒരു ഉപമ കർത്താവ് പറയുന്നത് നമ്മളെ വിളിക്കുന്ന കാര്യമോ ക്രിസ്ത്യാനിറ്റി ആരംഭിക്കുന്ന കാര്യമോ അല്ല, മറിച്ച് യഹൂദനെ കൈവിട്ട് കളയുന്ന കാര്യമാണ് കർത്താവ് ഇവിടെ ഈ ഉപമയിൽ കൂടി പറയുന്നത്. അവൻ ഈ ഉപമയും പറഞ്ഞത്, ഒരുത്തിന് തന്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു. ഈ അത്തിവൃക്ഷം എന്ന് പറയുന്നത് എപ്പോഴും യഹൂദനെയാണ് കാണിക്കുന്നത്. യഹൂദനെ കാണിക്കാനായിട്ട് 3 വൃക്ഷങ്ങളെ ഉപയോഗിക്കാറുണ്ട്. നിങ്ങൾ അതിൽ കൺഫ്യൂസ് ആയി പോകല്ല. ഒന്ന് മുന്തിരിയാണ്, ഒന്ന് അത്തിയാണ്, മറ്റത് ഒലിവാണ്. ഈ 3 വൃക്ഷങ്ങളെയും യഹൂദനെ കാണിക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ അതിന്റെ എല്ലാം പർപ്പസ് വേറെയാണ്. അത്തിവൃക്ഷം കാണിക്കുന്നത് യഹൂദൻ ആസ് എ ഹോൾ, ആസ് എ നേഷൻ, ഒരു രാഷ്ട്രമായിട്ട് അവരെ പ്രതിനിധാനം ചെയ്യുവാനായിട്ട് കാണിക്കുന്നിടത്തൊക്കെ അത്തിയാണ് ഉപയോഗിക്കുന്നത്. അത്തി തളിർക്കുന്നത് കാണുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് ആത്മീക നിലവാരമല്ല, അവരുടെ രാഷ്ട്രപരമായിട്ടുള്ള നിലവാരം. യഹൂദൻ ആസ് എ ഹോൾ എങ്ങനെ അവരെ റെപ്രസെന്റ് ചെയ്യുവാനായിട്ട് അത്തിയെ കാണിക്കാറുണ്ട്. എന്നാൽ അവരുടെ ആത്മീക നിലവാരം കാണിക്കുവാനായിട്ട് ഉപയോഗിക്കുന്നത് മുന്തിരിവള്ളിക്ക് സമമാണ്. നിങ്ങൾ കൊമ്പുകൾക്ക് മുന്തിരിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്പാൻ കഴിയത്തില്ല, ഞാൻ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. ഇതെല്ലാം അവരുടെ ആത്മീക നിലവാരത്തെ കാണിക്കുന്നു. മുന്തിരി ഇതും യഹൂദൻ തന്നെയാണ്. എന്നാൽ വേറൊന്നുകൂടെ ഉണ്ട്, ഒലിവുണ്ട്. ഒലിവിനെ കാണിക്കുന്നത് അവരുടെ എന്താ പറയുന്നത്, ഒരു ആത്മീക അനുഭവം, ആ ദൈവിക സാന്നിധ്യം, ഒരു ഹെവൻലി പ്രസൻസ്, അതിനെ കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഒലിവിനെ ഉപയോഗിക്കാറുള്ളത്. ഒലിവ് മരത്തെക്കുറിച്ചും ഒലിവ് ഓയിലിനെ കുറിച്ചും ഇടിച്ചെടുത്ത ഒലിവെണ്ണയെക്കുറിച്ചും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെക്കുറിച്ചും ഒക്കെ കാണിക്കുവാൻ വേണ്ടി ഒലിവ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത്
അവൻ ഒരു ഉപമയും പറഞ്ഞത് ഒരുത്തിന് തന്റെ മുന്തിരിത്തോട്ടത്തിൽ, അതായത് അവരുടെ ആത്മീക നിലവാരം ദൈവം ആഗ്രഹിക്കുന്ന ഒരു നിലവാരത്തെ കാണിക്കാൻ ആ മുന്തിരിത്തോട്ടം എന്ന് പറയുന്നത്. അവിടെ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു, യഹൂദനെ കാണിക്കാനാ പറയുന്നത്. അവന്റെ ആത്മീക നിലവാരമാ പറയുന്നത്. അവൻ അതിൽ ഫലം തിരഞ്ഞു വന്നു, കണ്ടില്ല താനും. അടുത്ത വാക്കിൽ പറയാം, അവൻ തോട്ടക്കാരനോട്, പിതാവായ ദൈവം കർത്താവ് യേശു ക്രിസ്തുവിനോട് പറയുന്നത് പോലെയാണ് അത് ചിത്രീകരിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ 3 സംവത്സരമായി അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു, കാണുന്നില്ല താനും. കർത്താവിന്റെ ശുശ്രൂഷ ആരംഭിച്ചിട്ട് 3 വർഷമായി. തൻ്റെ അവസാനത്തെ 3 വർഷത്തെ കർത്താവിന്റെ ലോകത്തിലെ ശുശ്രൂഷയായി കാണിക്കുന്നത്. അവിടെ ഫലം തിരഞ്ഞു വന്നു, അവരിൽ ഒരു ഫലവുമില്ല. ഭയങ്കര ഇലയും കാടും ചൊപ്പും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതല്ലാതെ അതിൽ ഫലം കായ്ക്കുന്നില്ല, ഫലം കായ്ക്കാനുള്ള ലക്ഷണവുമില്ല. അതിനെ വെട്ടിക്കളക, അത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിനെന്ന് പിതാവായ ദൈവം പുത്രനോട് പറയുന്ന രംഗമാണ്. അതിനവൻ, കർത്താവേ, ഞാൻ അതിന് ചുറ്റും കിളച്ച് വളമിടുവോളം ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ. ആ തോട്ടക്കാരൻ പറയുന്നത് പോലെ ഭൂമിച്ചാണ് അത് പറയുന്നത്. അവിടെ പറയും, 1 വർഷം കൂടെ നിൽക്കട്ടെ, ഗീവ് മീ അനദർ ഇയർ, 1 വർഷം കൂടെ നിൽക്കട്ടെ, ഞാൻ അതിനെ ചുവട്ടിൽ കിളച്ച് വെള്ളമൊഴിച്ച് വളമിട്ട് അത് ഫലം കായ്ക്കുന്നു എന്ന് നോക്കാം എന്ന് പറയുക. പരിശുദ്ധാത്മാവിനെ അവരുടെ ഇടയിൽ അയച്ച് ശക്തമായിട്ട് അവരോട് ഇടപെട്ട് കർത്താവ് അവരെ ബലപ്പെടുത്തി വേണ്ടുന്നതെല്ലാം ചോദിക്കുന്നതും നനയ്ക്കുന്നതും ഒക്കെ അവർക്ക് കൊടുത്ത്, കർത്താവിന്റെ പ്രസൻസ് 2-3 പേര് കൂടുന്നിടത്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞ് അമാനുഷികമായ ശക്തി അവരുടെ മേൽ പകർന്ന് അവർക്ക് പാപം മോചിക്കാൻ വരെയുള്ള അധികാരം കൊടുത്ത്, പത്രോസ് അപ്പോസ്തലനോടൊക്കെ പറയുന്നത്, ഞാൻ ചെയ്തതിലും വലിയത് നിങ്ങൾ ചെയ്യും. കർത്താവ് ഒരു മനുഷ്യനെ തൊട്ട് സൗഖ്യമാക്കിയെങ്കിൽ പത്രോസ് അപ്പോസ്തലന്റെ നിഴലടിച്ചാൽ അവൻ സൗഖ്യമാകും. ആ നിലയിലുള്ള അനുഗ്രഹങ്ങൾ കൊടുത്ത് ദൈവം അവരെ പോഷിപ്പിച്ചു, അവരോട് സുവിശേഷം പറഞ്ഞു, 1000 അതിലേക്ക് വരുവാനിടയായി. പക്ഷേ യഹൂദൻ ആസ് എ ഹോൾ, ആസ് എ നേഷൻ, ആസ് ഒരു രാഷ്ട്രമായിട്ട് അതിൽ വിശ്വസിച്ചില്ല. ഏകദേശം 5-10% അതിൽ വിശ്വസിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു 90% മഹാപുരോഹിതൻ മുതൽ പൗരോഹിത്യ വൃന്ദം മുതൽ അവരുടെ ശാസ്ത്രിമാര്, പരീശന്മാര്, സദൂക്യന്മാര്, അങ്ങനെ ഒരു ഭയങ്കര ജനം കൂട്ടം ഇതിൽ വിശ്വസിക്കുകയോ അതിലേക്ക് വരികയോ ചെയ്തിട്ടില്ല. കർത്താവെ, ഞാൻ അതിന് ചുറ്റും കിളച്ച് വളമിടുവോളം, വളമിട്ടോ, ഇട്ടു. ആദ്യത്തെ 1 വർഷം മുഴുവൻ ഇട്ടു. ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ. എഴുത്തുകാരൻ ഇതിനെക്കുറിച്ച് തിയോളജൻസ് പറഞ്ഞേക്കുന്ന ഈ ആണ്ട് കൂടെ നിൽക്കട്ടെ എന്ന് പറയുന്നത്, കർത്താവ് ക്രൂശിൽ വെച്ച് പിതാവിനോട് അപേക്ഷിക്കുന്ന ഒരു കാര്യം പറയുന്നുണ്ട്. ഇവരോട് ക്ഷമിക്കണമേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായിയാൽ ഇവരോട് പൊറുക്കണമേ എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ഉണ്ട്. അതേ സംഗതിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 1 വർഷം കൂടെ നിൽക്കട്ടെ, 1 ആണ്ട് കൂടെ നിൽക്കട്ടെ എന്ന് ചോദിക്കുന്ന ആ ഒരു ഭാഗം. മേലാൽ കായ്ച്ചില്ലെങ്കിലോ പിതാവ് ചോദിക്കുക, ഇല്ലെങ്കിൽ വെട്ടിക്കളയാം എന്ന് ഉത്തരം പറഞ്ഞു. ഇങ്ങനെ യഹൂദനെ വെട്ടിക്കളഞ്ഞിരിക്കുന്നതായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഇതാണ് യഹൂദന് സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ വെട്ടിക്കളയുകയും റോമാലേഖനം അതിന്റെ 11-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയുകയും ചെയ്യുക, റാദർ ത്രൂ ദ ഫോൾ ഓഫ് ഇസ്രായേൽ. നോക്കിയ ലാസ്റ്റിലത്തെ 2ാമത്തെ ലൈൻ നോക്കിയേ, റാദർ ത്രൂ ദെയർ ഫോൾ, അവർ വീണു പോയതുകൊണ്ട് സാൽവേഷൻ ഈസ് കം അൺ ടു ജെന്റൈൽസ് ഫോർ ടു പ്രൊവോക്ക് ദം ടു ജലസി. അവരുടെ വീഴ്ച നിമിത്തം, അവരുടെ ലംഘനം നിമിത്തം ജാതികൾക്ക് രക്ഷ വന്നു എന്നേ ഉള്ളൂ. ഇവിടെയാണ് ജാതികൾക്ക് രക്ഷ വരുന്നത്, ക്രിസ്ത്യാനിറ്റി എന്ന പദ്ധതി ആരംഭിക്കുന്നത്. നിങ്ങൾ വിചാരിക്കല്ലേ, ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ ഓൾഡ് ടെസ്റ്റ്മെന്റ് മുതലേ ഞങ്ങൾ അഹരോന്റെ കാലം മുതലേ, മോശ ഞങ്ങൾക്ക് തന്ന കൽപ്പനയുടെ കാലം മുതലേ ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്, ഞങ്ങൾ കർത്താവ് ഞങ്ങളുടെ ഇടയിൽ വന്നു, ഞങ്ങൾ യോഹന്നാൻ സ്നാപകൻ ചെയ്ത പോലൊക്കെ ഞങ്ങൾ ഇപ്പോഴും ചെയ്യുന്നു, കർത്താവ് കാണിച്ചതൊക്കെ ഞങ്ങളും ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിരിക്കാതെ എന്താണ് ക്രിസ്ത്യാനിറ്റി അത് നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ റോമാലേഖനം എന്നല്ല, ഇതിലെ ഏത് ലേഖനം പഠിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു പ്രയോജനമില്ല. ചേമ്പലയുടെ പുറത്ത് വെള്ളം ഒഴിക്കുന്ന പോലെ. കാര്യം അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയിരിക്കുക. അടിസ്ഥാനം മറിഞ്ഞു പോയാൽ നീതിമാൻ എന്ത് ചെയ്യും? നിങ്ങൾ ആരും തെറ്റുകാരോ നീതികെട്ട പ്രവൃത്തി ചെയ്യുന്നതുകൊണ്ടോ മോഷ്ടിച്ചിട്ടോ കൊല ചെയ്തിട്ടോ വ്യഭിചാരം ചെയ്തിട്ടോ ഒന്നും അല്ല ഈ പറയുന്നത്. അടിസ്ഥാനം മറിഞ്ഞു പോയിരിക്കുന്നു. എവിടെ നിന്ന് ക്രിസ്ത്യാനിറ്റി ആരംഭിച്ചോ നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ, ഇന്ന് ക്രിസ്ത്യൻഡത്തിൽ 99% ക്രിസ്ത്യാനികളും അറ്റ്ലീസ്റ്റ് 98% വിശ്വസിച്ചിരിക്കുന്നത് പെന്തക്കോസ്ത് നാളിൽ ക്രിസ്ത്യാനിറ്റി ആരംഭിച്ചു എന്ന ഒരു തെളിവ് അതിനെ കാണിക്കാമെങ്കിൽ ഞാനൊരു വലിയ സമ്മാനം നിങ്ങൾക്ക് അയച്ചു തരാമെന്ന് ഞാനൊരു ചലഞ്ച് പറഞ്ഞിട്ട് ഒരു മനുഷ്യൻ ഇതുവരെ എന്നോടൊരു മറുപടി പറയാൻ പോലും തുനിഞ്ഞിട്ടില്ല. കാര്യം പറ്റത്തില്ല. പിതാക്കന്മാരുടെ പഴഞ്ചൻ കഥകളല്ലാതെ ബൈബിൾ അതിനെ സാധൂകരിക്കത്തില്ല. പിതാക്കന്മാരോട് ദൈവം അരുളി ചെയ്ത പ്രവചനം നിവൃത്തിയായി പരിശുദ്ധാത്മാവ് പെന്തക്കോസ്ത് നാളിൽ അവരുടെ മേൽ പകരപ്പെടുകയാണ്. അത് അവരോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്വം, 100 കണക്കിന് വാഗ്ദത്തങ്ങളുടെ നിവർത്തിയാണ്. നിങ്ങൾ വായിച്ചു നോക്കണം, ബൈബിൾ വായിച്ചു നോക്കണം. എൻ്റെ ജനത്തിന്റെ മേൽ ഞാൻ എൻ്റെ ആത്മാവിനെയും എൻ്റെ സന്താനത്തിന്റെ മേൽ ഞാൻ എൻ്റെ അനുഗ്രഹങ്ങളെയും പകരും. എത്രയോ പ്രവാചകന്മാർ മൂലം പ്രവചിച്ചിരിക്കുന്ന ആ പ്രവചനത്തിന്റെ നിവൃത്തിയാണ് അവിടെ നിറവേറുന്നത്.
അതൊന്നും ക്രിസ്ത്യാനിറ്റിയുടെ ആരംഭമല്ല. അവിടെ ഒരു ക്രിസ്ത്യാനിയും ഇല്ല. അവിടെ ഒരു ജാതിയനെ നിങ്ങൾക്ക് രണ്ടാമത്തെ അധ്യായത്തിലെ നിങ്ങൾക്ക് ഒരു ജാതിയനെയും കാണാൻ കിട്ടത്തില്ല. ഓക്കെ, ഞാൻ മടങ്ങി വരികയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഇത്രയും ഭയങ്കര ക്രിസ്ത്യൻ സ്ട്രോങ് ബിലീവേഴ്സ് നമ്മുടെ ഇടയിൽ ഉണ്ടായിട്ടും ഞാൻ ഇങ്ങനെ ഒരു ചലഞ്ച് വെച്ചിട്ട് അതിനൊരു മറുപടി പറയാൻ പോലും ഒരുത്തരും തുനിഞ്ഞിട്ടില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിയത്തില്ല. കഥകളല്ല ഇവിടെ വേണ്ടുന്നത്, ബൈബിളാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇതാണ് നമ്മുടെ ആധാരം. അപ്പച്ചന്മാർ എന്ത് പഠിപ്പിച്ചു എന്നുള്ളതൊന്നും ഇവിടെ ആരും ചോദിക്കത്തില്ല, ഇവിടെ ആർക്കും അറിയണ്ട. ഹല്ലേലൂയ. ദൈവം നമ്മളെ അതിനായിട്ട് സഹായിക്കട്ടെ. സത്യം പഠിക്കുവാൻ, സത്യം മനസ്സിലാക്കുവാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ. റോമാലേഖനത്തിന്റെ പഠനത്തിലേക്ക് നമ്മൾ വരികയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ അങ്ങനെ ഒരു ചലഞ്ച് വെച്ചിരുന്നത് കൊണ്ട് ഞാൻ ഒന്നുകൂടി ആ ഭാഗത്ത് വന്നേ ഉള്ളൂ. 2-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിച്ച് തുടങ്ങിയാണ്. 2-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: അതുകൊണ്ട് വിധിക്കുന്ന ഏത് മനുഷ്യനുമായുള്ളവേ, നിനക്ക് പ്രതിവാദം പറവാനില്ല. അന്യനെ വിധിക്കുന്നതിൽ നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്ന നീ അത് തന്നെ പ്രവർത്തിക്കുന്നുവല്ലോ. എന്നാൽ ആ വക പ്രവർത്തിക്കുന്നവരുടെ നേരെ ദൈവത്തിന്റെ വിധി സത്യാനുസരണമായിരിക്കുന്നു എന്ന് നാം അറിയുന്നു. ആ വക പ്രവർത്തിക്കുന്നവരെ വിധിക്കുകയും അത് തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യ, നീ ദൈവത്തിന്റെ വിധിയിൽ നിന്ന് തെറ്റി ഒഴിയും എന്ന് നനയ്ക്കുന്നുവോ? അല്ല, ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ നീ അവന്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ? എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചാരതിച്ചു വെക്കുന്നു. 1-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിച്ചത്: അതുകൊണ്ട് വിധിക്കുന്ന ഏത് മനുഷ്യനുമായുള്ളവേ, നിനക്ക് പ്രതിവാദം പറവാൻ ഇല്ല. ഇവിടെ തുടങ്ങുന്നത് തന്നെ അതുകൊണ്ട് വിധിക്കുന്ന ഏത് മനുഷ്യനുമായുള്ളവേ. എന്താ ഇവിടെ അതുകൊണ്ടെന്ന് പറയാൻ കാര്യം? എന്തോ ഒരു കാര്യം പറഞ്ഞിട്ട് പറയുകയാണ്, അതുകൊണ്ട് വിധിക്കുന്ന ഏത് മനുഷ്യനുമായുള്ളവേ. അത് എന്തുകൊണ്ടാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അതിന്റെ തലേ അധ്യായം നമ്മളത് പഠിക്കണം. അതിന്റെ തലേ അധ്യായത്തിൽ നമ്മൾ ഇതാ വായിച്ചു നിർത്തിയ 1-ാം അധ്യായം 29-ാം വാക്യം: അവർ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ, അസൂയ, കുല, പിണക്കം, കപടം, ദുശീലം എന്നിവ തിങ്ങിയവർ, കുരുളക്കാർ, ഏഷണിക്കാർ, ദൈവദ്വേഷികൾ, നിഷ്ഠൂരന്മാർ, ഗർവിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ, പുതുദോഷം സങ്കല്പിക്കുന്നവർ, മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ, ബുദ്ധിഹീനർ, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ, കനിവറ്റവർ, ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ദൈവന്യായം അവരറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല, പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുകയും കൂടെ ചെയ്യുന്നു. ഇത് പറഞ്ഞിട്ട് 2-ാമത്തെ അധ്യായത്തിലേക്ക് വന്ന് പറയുകയാണ്. അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്: അതുകൊണ്ട്, ഇത് കാരണമാണ്, അതുകൊണ്ട് വിധിക്കുന്ന ഏത് മനുഷ്യനുമായുള്ളവേ, നിനക്ക് പ്രതിവാദം പറവാൻ ഇല്ല എന്ന് പറയുക. ഇവിടെ പുറംജാതി ായിട്ടുള്ള ആൾക്കാരെ 1-ാം അധ്യായത്തിൽ ലോകത്തിൽ ആ പുറം ജാതികൾക്കുള്ള അവരുടെ ആ ഇരുണ്ടതും ഭയാനകവുമായ ജീവിതവും അതിൻ്റെ മേലുള്ള ദൈവിക ശിക്ഷാവിധിയുമാണ് നമ്മൾ 1-ാം അധ്യായത്തിൽ കണ്ടത്. അത് നമ്മൾ കാണുവാനായിട്ടും ചിന്തിക്കുവാനും ഇടയായി. 2-ാം അധ്യായത്തിൽ വന്നപ്പോൾ പറയാണ്, ഈ പുറം ജാതികളെ ദൈവം അവരുടെ പാപം മൂലം നിത്യ നരകാഗ്നിയിലേക്ക് അയക്കും എന്നുള്ളത് യഹൂദന് നന്നായിട്ട് അറിയാം. കാര്യം അവർ പാപത്തിലാണെന്നും ദൈവത്തിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നവരാണെന്നും യഹൂദന് അറിയാം. അപ്പോൾ തന്നെ യഹൂദൻ ജാതികൾ നരകത്തിലേക്ക് പോകുമെന്നും അവർക്ക് ഈ ലോകത്തിലെ വാസത്തിന് ശേഷമുള്ള ഒരു പുനരുദ്ധാനമോ നിത്യജീവനോ ഒന്നുമില്ല, അവർ നിത്യ നരകാഗ്നിയിലേക്ക് പോകുമെന്ന് അറിയാം. പക്ഷെങ്കിൽ യഹൂദൻ ശിക്ഷാവിധിയുടെ കീഴിലാണെന്ന് അവൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിരുന്നില്ല. അവൻ അങ്ങനെ അറിയത്തില്ലായിരുന്നു. അവര് ദൈവജനമാണെന്നും മറ്റൊരു നന്മയും അവരിൽ ഇല്ലെങ്കിലും യഹൂദനാണ് എന്നൊരു ഒറ്റ കാരണത്താൽ അവൻ ദൈവകോപത്തിൽ നിന്നും ഒഴിവുള്ളവരാണെന്നും അവർ വിശ്വസിച്ചിരുന്നു. 1-ാം വാക്യത്തിൽ നമ്മൾ കണ്ടത് അതുകൊണ്ട് വിധിക്കുന്ന ഏതു മനുഷ്യനുമായുള്ളവേ. മനസ്സിലായോ? അവരുടെ വിശ്വാസം അവർ മനസ്സിലാക്കിയിരുന്നത് അവർ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് വീണു പോകത്തില്ല. അവർക്ക് കുറവുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ദൈവജനമായതിനാൽ അവരെ നശിച്ചു പോകത്തില്ല, അവരെ ദൈവം നരകാഗ്നിയിലേക്ക് തള്ളത്തില്ല എന്ന് പറയുന്ന ഒരു വിശ്വാസം അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ഞാനത് വിശദീകരിക്കാം. എന്നാൽ അതിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ഇവിടെ അന്യരെ വിധിക്കരുത്, അതുകൊണ്ട് വിധിക്കുന്ന ഏത് മനുഷ്യനുമായുള്ളവേ നിനക്ക് പ്രതിവാദം പറവാനില്ല. അന്യനെ വിധിക്കുന്നതിൽ നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്നു. ഇങ്ങനൊരു വാക്യം ഇവിടെ ഉണ്ട്, അന്യനെ വിധിക്കരുത് എന്നൊരു വാക്യം. ഇത് ഇങ്ങനെ ഉള്ളത് കാരണം
ജനം ഇന്ന് അന്യരെന്ത് കാണിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒന്നും പറയാത്ത ഒരു നിലയിലേക്ക് മാറിയിരിക്കുക. ജനം എന്ത് കാണിച്ചാലും, പ്രത്യേകിച്ച് ആത്മീയ ഗോളത്തിൽ ജനം എന്ത് കാണിച്ചാലും അന്യരെ വിധിക്കാൻ എനിക്ക് പറ്റത്തില്ല, എനിക്ക് അതിനുള്ള എന്താ പറയുന്നത് അനുവാദമില്ല, അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല, ദൈവം അവരെ വിധിക്കട്ടെ എന്ന് പറയുന്നത് വിട്ടുകളയുന്ന ഒരു ശീലം നമുക്കുണ്ട്. അത് ദൈവവചനത്തിൽ പറയുന്നുണ്ട്. എന്നിരുന്നാലും മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അത് 1 മുതൽ 5 വരെ പറഞ്ഞിരിക്കുന്ന വാക്യങ്ങളുടെ ബേസിസിലാണ് കൂടുതൽ നമ്മൾ അതിനെ മനസ്സിലാക്കിയിരിക്കുന്നത്. അവിടെ ഇങ്ങനെയാ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 5 വരെ പറഞ്ഞിരിക്കുന്നത്. അബ്രഹാമിന്റെ പുത്രനായ 5-ാമത്തെ അധ്യായം 7-ാം അധ്യായം അതിന്റെ 1 മുതൽ അവിടെ പറയുന്നത്, നിങ്ങൾ വിധിക്കാതിരിക്കേണ്ടതിന് വിധിക്കരുത്. കർത്താവ് ജനത്തിനോട് പറയുന്ന ഒരു ഭാഗമാണ്. നിങ്ങൾ വിധിക്കാതിരിക്കേണ്ടതിന് വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും, നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. അതുകൊണ്ട് നിങ്ങൾ വിധിക്കരുത് എന്ന് കർത്താവ് പറയുന്ന ഒരു ഭാഗമാണ്. എന്നാൽ സ്വന്തം കണ്ണിലെ കോല ഓർക്കാതെ സഹോദരന്റെ കണ്ണിലെ കരട് നോക്കുന്നത് എന്ത്? അല്ല, സ്വന്തം കണ്ണിൽ കോലിരിക്കെ നീ സഹോദരനോട് നിൽക്കൂ, നിന്റെ കണ്ണിൽ നിന്ന് കരടെടുത്ത് കളയട്ടെ എന്ന് പറയുന്നത് എങ്ങനെ? 5-ാമത്തെ വാക്യം, കപട ഭക്തിക്കാര, മുമ്പേ സ്വന്തം കണ്ണിൽ നിന്ന് കോലെടുത്ത് കളയുക, പിന്നെ സഹോദരന്റെ കണ്ണിൽ നിന്ന് കരടെടുത്ത് കളയുവാൻ വെടിപ്പായി കാണും. ഇവിടെ ഇങ്ങനൊരു വാക്യം കർത്താവ് പറയാൻ കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കപട ഭക്തിക്കാരെ നോക്കിയിട്ടാണ് കർത്താവ് ഇത് പറയുന്നത്. അതായത് ഹിപ്പോക്രിറ്റ്സ്, അവര് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും പറയുന്നത് പോലെ ഒന്നും ചെയ്യാറില്ല. അവരുടെ നേതാക്കന്മാര്, മഹാപുരോഹിതന്മാര്, ശാസ്ത്രിമാര് അവരുടെ മുന്നിൽ, അവിടെ മറ്റുള്ളവരുടെ മുന്നിൽ മാനം അന്വേഷിക്കുന്നവര്, ചെറിയ ചെറിയ കാര്യങ്ങൾക്കെല്ലാം ഭയങ്കര വില കൊടുത്തിരിക്കുക. തുളസി, ചതകുപ്പ, ജീരകം, ഇതിനൊക്കെ പതാരം കൊടുക്കും. അതൊക്കെ ഇരുന്ന് എണ്ണി കറക്റ്റ് പതാരം ടൈത്ത് അതിനൊക്കെ കൊടുക്കും. പക്ഷെ നമ്മുടെ വലിയ വലിയ ഒട്ടകത്തെ വിഴുങ്ങിക്കളയും. അതുപോലുള്ള വലിയ വലിയ സംഗതികളെ വിട്ടുകളയുക. പറയുന്നത് പോലെ അവർ ചെയ്യത്തേ ഇല്ല. അതുകൊണ്ട് കർത്താവ് അവരെ നോക്കിയിട്ട് പറയുന്നൊരു വാക്യമാണ്, കപട ഭക്തിക്കാര, നിങ്ങൾ പ്രവർത്തിക്കുന്നത് പറയുന്നതല്ലാതെ നിങ്ങൾ പറയുന്നതൊന്ന്, നിങ്ങൾ ചെയ്യുന്നത് വേറൊന്ന്. ആ കാര്യം വിശദീകരിക്കാനാണ് കർത്താവ് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ ഇവിടെ ഈ കാര്യങ്ങൾ പറയുന്നത്. എന്നാൽ ഇതിന്റെ മറവിൽ ഒത്തിരി പേര് ഇന്ന് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുക. കാര്യം, എന്നെ വിധിക്കാൻ ആരുമില്ല, എൻ്റെ കയ്യിൽ ചിലപ്പോൾ തെറ്റുണ്ടായിരിക്കാം, ബട്ട് ഹൂ യു ആർ ടു ജഡ്ജ് മീ എന്നൊരു രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ക്രിസ്ത്യൻഡം ഇത്രമാത്രം അധപ്പതിക്കാൻ കാര്യമില്ല. എന്ത് ചെയ്താലും അതിനെ പറയാനോ ചോദിക്കാനോ ആൾക്കാർക്ക് ധൈര്യമില്ല. കാര്യം, വചനത്തിൽ ഇങ്ങനെ കിടപ്പുണ്ട്. വചനത്തിൽ ഇങ്ങനെ കിടക്കുന്നത് എന്തിനാണെന്നുള്ളത് വിവേചിച്ച് മനസ്സിലാക്കണം. ഇവിടെ എന്ത് കാണിച്ചു കഴിഞ്ഞാലും നമ്മൾ മിണ്ടാതിരിക്കാൻ വേണ്ടിയിട്ടല്ല കർത്താവ് ഇത് പറഞ്ഞിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 24-ാം വാക്യം നോക്കിയാൽ കർത്താവ് തന്നെ വായ്മൊഴിയായിട്ട് പറയാൻ നമുക്ക് കാണാം, കാഴ്ചപ്രകാരം വിധിക്കരുത്, നീതിയുള്ള വിധി വിധിപ്പീൻ. നമ്മള് സത്യമായതിന്റെ മുന്നിൽ കണ്ണടച്ച് മാറിപ്പോകാനായിട്ടല്ല ദൈവം നമ്മളോട് പറയുന്നത്. കൊരിന്ത്യ ലേഖനം 1-ാമത്തെ അധ്യായം അതിന്റെ 12-ാം അധ്യായം 15-ാം വാക്യം നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. കൊരിന്ത്യ ലേഖനം 1-ാമത്തെ അധ്യായം 1 കൊരിന്ത്യർ 2-ാമത്തെ അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം അവിടെ പറയാണ്, ഞാൻ ഈ വിഷയങ്ങളൊന്ന് വെളിപ്പെടുത്തി തന്നിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ അല്പസമയം നിൽക്കുന്നത്. ആത്മീകനോ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നുമില്ല. ഇവിടത്തേക്ക് വിവേചിക്കുക എന്ന് പറയുന്നത് ഡിസേൺമെന്റ് അല്ല അവിടുത്തെ വാക്യം, ആക്ച്വലി ജഡ്ജിങ് ആണ്. ഇംഗ്ലീഷിൽ നോക്കിയേ, ബട്ട് ഹി ദാറ്റ് ഈസ് സ്പിരിച്വൽ ജഡ്ജത്ത് ഓൾ തിങ്സ് യെറ്റ് ഹി ഹിംസെൽഫ് ഈസ് ജഡ്ജ്ഡ് ഓഫ് നോ മാൻ. മനസ്സിലായോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റേജ് കിട്ടേണ്ടിടത്തേക്ക് മലയാളത്തിൽ അതിനെ കംപ്ലീറ്റ് ലൈറ്റ് ആക്കി കളഞ്ഞിരിക്കുന്ന കാരണം നമുക്ക് അതിന്റെ സീരിയസ്നെസ് അറിയത്തില്ല. വിവേചനം എന്ന് പറയുന്നത് എന്തോ പറഞ്ഞു പുള്ളി വിവേചിക്കുക എന്നുള്ളൊരു അർത്ഥമാണ് എന്നുള്ളൊരു അർത്ഥമല്ല ഇവിടെ കർത്താവ് പറയുന്നത്. ആത്മീകനോ സകലത്തെയും വിവേചിക്കുന്നു അല്ല, സകലത്തെയും അവൻ ജഡ്ജ് ചെയ്യുന്നു, അവൻ വിധിക്കുന്നു. നല്ലതേതാണ് തീയതേതാണെന്ന് മനസ്സിലായിട്ടൊരു ആത്മീക ഉത്തരവാദിത്തമാണ്. കർത്താവ് മത്തായി 7-ൽ പറഞ്ഞിരിക്കുന്നത് കപടഭക്തിക്കാരായ യഹൂദന്മാരോട്. അവർ പറയുന്നതല്ല, അത് ചെയ്യുന്നില്ല. അതുകൊണ്ട് അവരോട് പറയുന്ന ഭാഗത്താണ് നിങ്ങൾ വിധിക്കുന്നതിനെ കുറിച്ച് അവരോട് കർത്താവ് അവരെ വിലക്കുന്നത്. നീ മറ്റുള്ളവരെ വിധിപ്പാൻ യോഗ്യനല്ലെന്ന് പറയുന്നത് അവരോടാണ്. സത്യം പഠിപ്പിക്കുന്ന നാം കണ്ണടച്ചിരിക്കണം എന്ന് ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ചുറ്റും ഈ തെറ്റായ കാര്യങ്ങൾ പഠിപ്പിക്കുകയും തെറ്റായ വിശ്വാസത്തിലേക്ക് ജനം പോയിട്ട് അവരൊരു നിത്യനാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് കണ്ടിട്ട് നമ്മൾ മിണ്ടാതിരിക്കാനല്ല പറയുന്നത്. അന്ത്യനാൾ ദൈവം വിധിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ണടച്ചിരിക്കുന്നവരായിരിക്കല്ല. ഇന്നിങ്ങനെയുള്ള തെറ്റായ വിവേചനം കാരണമാണ് വാളെടുക്കുന്നവരെല്ലാം വെളിച്ചപ്പാടെന്നുള്ള രീതിയിൽ അവനവന്റെ മനസ്സിൽ തോന്നുന്നതൊക്കെ ഉപദേശമായിട്ട് സ്വീകരിച്ചിരിക്കുന്നതും ഈ 45,000-ലേറെ ഡിനോമിനേഷനുകളായിട്ട് പിരിഞ്ഞുകൊണ്ടിരിക്കുന്നതും ഓരോ ദിവസവും പുതിയ പുതിയ ആശയങ്ങളുമായിട്ട് വരുന്നത്. പലരും നമ്മളോട് ചോദിക്കാറുണ്ട്, നിങ്ങളപ്പം 45,000-ന് ശേഷമുള്ള ഒരു ഗ്രൂപ്പ് അല്ലേ എന്ന് ചോദിക്കും. നമ്മൾ ആ കൂട്ടത്തിലെ പെടുന്ന ഗ്രൂപ്പ് അല്ല, ഒരു ഡിനോമിനേഷനും ഇല്ലാത്ത ഗ്രൂപ്പാണ് നമ്മൾ ഒരു ഡിനോമിനേഷനിലും ഇല്ല.
നമ്മൾ സത്യവചനം പ്രസംഗിക്കുന്ന ഒരു ഗ്രൂപ്പ്. ഇതിന് ഒരു ഡിനോമിനേഷനും ഇല്ല. ഇത് ഡിസ്പെൻസേഷണൽ ഗ്രേസ് ഗോസ്പലാണ് നമ്മൾ പ്രസംഗിക്കുന്നത്. ഇവിടെ ഒരു ഡിനോമിനേഷനും ഇതിനകത്തിലില്ല. കർത്താവ് നമ്മളെ പഠിപ്പിച്ചത് മോശയുടെ ന്യായപ്രമാണം അല്ല. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. കർത്താവ് പഠിപ്പിച്ചത്, യഹൂദന്മാരെ പഠിപ്പിച്ചത് മോശയുടെ ന്യായപ്രമാണം. എന്നാൽ കർത്താവ് നമ്മളെ പഠിപ്പിച്ചത് പോളിലൂടെ വെളിപ്പെടുത്തിയ മിസ്റ്ററി റെവലേഷൻ. ന്യായപ്രമാണം പഠിക്കാനായിട്ടല്ല പോളിനെ വിളിച്ചത്. പോൾ ന്യായപ്രമാണത്തിൽ അഗ്രഗണ്യന്, എന്നാൽ അതൊന്നും നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. ന്യായപ്രമാണത്താൽ ഒരു ജഡവും ദൈവത്തിന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല എന്നാ പോൾ നമ്മളെ പഠിപ്പിച്ച്. തുടർന്ന് വരുന്ന അധ്യായങ്ങളിൽ നമുക്ക് അതിനെ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ന്യായപ്രമാണത്തിലേക്കൊക്കെ നമ്മൾ കയറും. അന്നേരം നമുക്ക് കാണാം അത് നമ്മളുമായിട്ട് എന്ത് ബന്ധമാവുള്ളതെന്നുള്ളത്. ഇന്ന് നമുക്ക് ദൈവം മനസ്സിലാക്കി തന്നിരിക്കുന്നത്, കർത്താവ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് പൊളൈൻ റെവലേഷനാണ്. പൗലോസ് അപ്പോസ്തലനിലൂടെ വെളിപ്പെടുത്തിയ ആ ഒരു റെവലേഷൻ, അല്ലെങ്കിൽ ആ ഒരു മറഞ്ഞിരുന്ന മർമ്മമാണ് നമ്മളെ മനസ്സിലാക്കി തന്നിരിക്കുന്നത്. ക്രിസ്ത്യാനിറ്റി ഗ്രോസ്ലി തെറ്റായി പോയിരിക്കുക. ഞാൻ ഈ തെറ്റാണെന്ന് പറയുമ്പോൾ ഇവർ മാത്രം ഒരു വലിയ മിടുക്കന്മാര്, അല്ലെന്നുണ്ടെങ്കിൽ ശരിയായ റൂട്ടിൽ പോകുന്ന ഒരു ഗ്രൂപ്പ് എന്നൊക്കെ ആൾക്കാർ ചിന്തിക്കും. യെസ്, ഞങ്ങൾ മാത്രം, അല്ലെന്നുണ്ടെങ്കിൽ ഈ ബൈബിൾ പഠിപ്പിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, സത്യമായിട്ട് പഠിപ്പിക്കുന്നവരുണ്ടെങ്കിൽ നമുക്ക് അവരോടുകൂടെ ചേരാം. അല്ലാത്ത പക്ഷം ഈ ഡിനോമിനേഷണൽ ഈ ഒരു രീതിയിൽ പോയിരിക്കുന്നവരെല്ലാവരും തന്നെ കർത്താവിന്റെ വചനത്തിൽ നിന്നും ദൈവിക ശിക്ഷണത്തിൽ നിന്നും മാറിപ്പോയിരിക്കുക. വളരെ ദുഃഖത്തോടു കൂടിയാണ് ഞാൻ ഈ പറയുന്നത്. നമുക്കൊരു ക്രെഡിറ്റ് എടുക്കാനോ അല്ലെങ്കിൽ ഗേറ്റ് മിനിസ്ട്രീസിന്റെ എന്തോ പ്രത്യേക സ്ഥാപിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല. എല്ലാ ഡിനോമിനേഷനും തെറ്റിപ്പോയിരിക്കുന്നത്. സഭ എവിടാണ് ആരംഭിച്ചതെന്ന് അറിയത്തില്ല, സുവിശേഷം എന്താണെന്ന് അറിയത്തില്ല, ആരോടാണ് ഈ സുവിശേഷം അറിയിക്കാൻ പറഞ്ഞതെന്ന് അറിയത്തില്ല, നമ്മൾ എങ്ങനെ ജീവിക്കണം, അതിനുശേഷം എങ്ങനെ ജീവിക്കണം എന്നറിയത്തില്ല, നമ്മുടെ പ്രത്യാശ എന്താണെന്ന് അറിയത്തില്ല, നമ്മുടെ നിത്യത എന്താണെന്ന് അറിയത്തില്ല, നമ്മൾ എങ്ങോട്ട് പോവാണ്, എന്തിനു പോവാണ്, വാട്ട് ഹാപ്പൻസ് ടു യു, ഒരുത്തർക്കും വലിയ പിടിയില്ല. അത്രമാത്രം നമ്മൾ തെറ്റിൽ പോയിരിക്കുക. ഇന്ന് നമ്മൾ ഫോളോ ചെയ്യേണ്ടുന്നത് പൊളൈൻ ഡോക്ട്രിനാണ്. അതല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ തെറ്റിലെല്ലാം പോയിരിക്കുന്നത്. എഫേസ്യ ലേഖനം 3:2 പറയുന്നത്, നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥ ഇന്നതെന്ന്. മനസ്സിലായോ? നമുക്ക് വേണ്ടി പൗലോസ് അപ്പോസ്തലനോട് ദൈവം തുറന്നിരിക്കുന്ന ദൈവകൃപയുടെ വ്യവസ്ഥ ഇന്നതെന്ന് ഞാൻ മേലെ ചുരുക്കത്തിൽ എഴുതിയിരിക്കുന്നു. 1-2 അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു എന്ന് പറയുക. എഫേസ്യ ലേഖനത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ പറയാ, സകലതും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദി കാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്ന് പ്രകാശിപ്പാനായി ദൈവം ഈ കൃപ എനിക്ക് നൽകിയിരിക്കുന്നു. സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ, ആകാശവും ഭൂമിയും മനുഷ്യനെയും സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദി കാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്ന് പ്രകാശിപ്പാനായി സ്വർഗത്തിലെ ദൈവം എൻ്റെ മേൽ കൃപ പകർന്നിരിക്കുന്നു. ആ കൃപയാലാണ് ഞാൻ നിങ്ങളെ ഈ സത്യം അറിയിക്കുന്നത്. ഒരു വാക്യം കൂടെ ഒന്ന് കാണിച്ചോട്ടെ. എഫേസ്യ ലേഖനം, ഫിലിപ്പിയ ലേഖനം, ചില വാക്യങ്ങൾ നിങ്ങളൊന്ന് കാണിച്ചു കഴിയുമ്പോഴാണ് എനിക്കും ഈ കാര്യങ്ങൾ മനസ്സിലാകുമ്പോഴത്തേന് ഈ വാക്യങ്ങളുമായിട്ട് ഒത്തു പഠിക്കുമ്പോഴാണ് അതിന്റെ ആ ഒരു സീരിയസ്നെസ് നമ്മുടെ ഉള്ളിലേക്ക് ശരിക്കും ഇറങ്ങുവാനായിട്ടും നമ്മുടെ ഹൃദയത്തിൽ അത് ഉറയ്ക്കുവാനായിട്ടും കഴിയുന്നത്. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 9-10 വാക്യങ്ങൾ കണ്ടില്ലേ? അവിടെ പറയുന്നുണ്ടോ, നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട്. നിങ്ങളുടെ ദൈവസ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിൽ, നിങ്ങൾക്ക് ആ പരിജ്ഞാനം ഉണ്ടായിരിക്കണം, വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിപ്പാറാകണം എന്നും ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും, കർത്താവ് നമ്മളെ ചേർക്കുന്ന ആ റാപ്ചറിന്റെ കാര്യമായി പറയുന്നത്, വിവേചിപ്പാറാകണമെന്നും ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശു ക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരായി തീരണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിനെ വിവേചിച്ച് നല്ല ഫലം കായ്ക്കുന്നവരായിട്ട്, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ ദാസിയെ എന്നുള്ള പേരിന് ഓഹരിക്കാരായിരിക്കാൻ, ഇതിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ വിവേചിക്കണം. നമ്മളോട് ഒന്നിനെയും വിധിക്കരുതെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് ഞാൻ വിധിപ്പാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ് കൈകെട്ടി മാറിയിരിക്കാനല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇവിടെ കണ്ടില്ലയോ, ഈവൻ നമ്മളോട് മാത്രമല്ല ദൈവം എല്ലാവരോടും അത് തന്നെയാണ് പറയുന്നത്. യഹൂദനെ യഥാസ്ഥാനപ്പെടുത്തുമ്പോൾ റെവലേഷൻ, വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിലും പറയുന്നത്, നിനക്ക് സഹിഷ്ണുത ഉള്ളതും എന്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. ഇവിടെ ഇതിന്റെ 2-ാം വാക്യം കണ്ടില്ലേ? അവിടെ പറയുകയാണ്, ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചു കൂടാത്തതും അപ്പോസ്തലന്മാരല്ലാതിരിക്കെ ഞങ്ങൾ അപ്പോസ്തലന്മാരെന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച കള്ളന്മാരെന്ന് കണ്ടതും. ദൈവം അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന രംഗമാണ്. നിങ്ങളുടെ ഇടയിൽ വന്നിരിക്കുന്ന നേതാക്കന്മാർ കള്ളന്മാരാണെങ്കിൽ അങ്ങനെ കള്ളന്മാരാണെന്ന് കണ്ടുപിടിക്കുന്നതിനെ ദൈവം അപ്രീഷിയേറ്റ് ചെയ്യുക.
അല്ലാതെ വരുന്നതിനെല്ലാം ഗ്ലോറിയും പറഞ്ഞ് വരുന്നവർക്കെല്ലാം കൈമടക്കം കൊടുത്ത് അവരെ വീട്ടിലും വിളിപ്പിച്ചുകൊണ്ട് വന്ന് പ്രാർത്ഥിപ്പിക്കുകയും എന്താ ചെയ്യേണ്ടതെന്ന് ജനത്തിന് അറിയത്തില്ല. അവര് കപട ഭക്തിക്കാരാണോ, അവര് നല്ല ഭക്തിക്കാരാണോ, ഇത് നിങ്ങൾ മനസ്സിലാക്കണം. അവരെ ആരും വിധിക്കരുത്, അവരെല്ലാം ദൈവവചനം പറയുന്നവരാണ്, അതുകൊണ്ട് നമ്മളൊന്നും പറയാൻ യോഗ്യരല്ല, അവരെ വിട്ടേര്, അവരെ ദൈവം വിധിച്ചോളും. പക്ഷെ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അത് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം നമ്മൾ ചെയ്യണം. ഞാനിവിടെ റോമാലേഖനം അതിന്റെ 1-ാം വാക്യത്തിൽ പറഞ്ഞു വരികയായിരുന്നു. അല്ലാതെ അന്യനെ വിധിക്കുന്നവരെ ഇവിടെ റോമാലേഖനം 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലാണ് നമ്മൾ വായിച്ചു തുടങ്ങിയത്. അവിടെ പറയുന്നത്, അതുകൊണ്ട് വിധിക്കുന്ന ഏത് മനുഷ്യനുമായുള്ളവേ നിനക്ക് പ്രതിവാദം പറവാനില്ല, അന്യനെ വിധിക്കുന്നതിൽ നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്നു. ഇവിടെ കർത്താവ് പറയുന്നത് അന്യനെ വിധിക്കുന്നതിൽ യഹൂദന്മാരെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണ്. എന്നിരുന്നാലും ഈ പല ഭാഗങ്ങളിൽ ദൈവവചനത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും, നമുക്ക് തെറ്റ് നമ്മുടെ മുന്നിൽ നടക്കുമ്പോൾ ദൈവവചനത്തിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോയിരിക്കുന്നത് കാണുമ്പോൾ, അല്ലെന്നുണ്ടെങ്കിൽ തെറ്റായ ഉപദേശങ്ങൾ ഈ മാർഗത്തിലേക്ക് കൊണ്ടുവരുന്നത് കാണുമ്പോൾ ശക്തന്മാരായിട്ട് അതിനെതിരായിട്ട് പോരാടുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുക. ഇവിടെ ഏത് വിധിക്കുന്ന ഏത് മനുഷ്യനുമായുള്ളവയെ നിനക്ക് പ്രതിവാദം പറവാനില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം ജാതികൾ ചെയ്യുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് യഹൂദനും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഇരട്ടി നരകയോഗ്യരാ അവര്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജാതികൾ ചെയ്യുന്ന അതേ കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയും ജാതികളെ വിധിക്കുകയുമാ. ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്ക് ഇത് ചെയ്യുന്നത് ഓക്കെയാണ്, പക്ഷെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിൽ അവരെ വിധിക്കുകയും ചെയ്യുക. അതിനെയാണ് ഹിപ്പോക്രൈറ്റ്സ് അല്ലെങ്കിൽ കപടഭക്തിക്കാരെന്ന് പറയുന്നത്. ഇവിടെ യഹൂദനും തുല്യ ശിക്ഷാവിധിയാണെന്ന് സമർത്ഥിക്കാനാ പൗലോസ് അപ്പോസ്തലൻ ഈ 2-ാമത്തെ അധ്യായം ശ്രമിക്കുന്നതും അതിലെഴുതി വരുന്നതും. യഹൂദനെ തെറ്റുകാരനാണെന്ന് തെളിയിക്കാൻ അതൊരു വലിയ ബുദ്ധിമുട്ടാണ്. കാര്യം അവർ മനസ്സിലാക്കിയിരിക്കുന്ന അവർക്ക് സ്വർഗമുണ്ട്, അവർ ദൈവജനമാണെന്ന്. യഹൂദനെ തെറ്റുകാരനെന്ന് സമർത്ഥിക്കുക എളുപ്പമല്ല. ചരിത്രത്തിൽ അവർ തെറ്റ് ചെയ്ത് കൂട്ടിയിട്ടുണ്ട്, എന്നാൽ അവർ സമ്മതിക്കത്തില്ല. അവരുടെ പാപത്തിനെതിരെ വിരൽ ചൂണ്ടിയിരിക്കുന്ന എല്ലാ പ്രവാചകന്മാരെയും അവർ കൊന്നു കളഞ്ഞിട്ടുണ്ട്, കല്ലെറിഞ്ഞ് കൊന്നിട്ടുണ്ട്. എല്ലാ പ്രവാചകന്മാരെയും വളരെ വളരെ ദാരുണമായിട്ടാണ് അവരുടെ ഇടയിൽ അയച്ച പ്രവാചകന്മാരെ അവർ കൊന്നു കളഞ്ഞിട്ടുള്ളത്. ബരക്യാവിന്റെ മകനായ സക്കരിയാവിനെയൊക്കെ ദൈവാലയത്തിന്റെ പ്രാകാരത്തിൽ വെച്ച് എറിഞ്ഞു കൊല്ലുകയാണ്. സ്തേഫാനോസിനെ എറിഞ്ഞു കൊല്ലുന്നത് നമുക്ക് കാണാം. കർത്താവായ യേശു ക്രിസ്തുവിനെ അവരുടെ നേരെ വിരൽ ചൂണ്ടുന്ന ആരെയും അവർ ബാക്കി വെച്ചേക്കത്തില്ല. അവര് തെറ്റുകാരാണെന്ന് അവർക്ക് സമ്മതിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ പാപികളാണ്, നിങ്ങൾ തെറ്റുകാരാണ്, നിങ്ങളുടെ പിതാക്കന്മാർ മുതലേ തെറ്റുകാരാണെന്ന് പറഞ്ഞാൽ എങ്ങനെയും അവരെ കൊന്നുകളയാനായിട്ട് നോക്കും. ഈ അവരുടെ പാപത്തിന് നേരെ വിരൽ ചൂണ്ടിയിട്ടുള്ള എല്ലാവരും തന്നെ അവർ കൊന്നുകളയുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിനെ കൊല്ലുവാനും പ്രധാന കാരണം അതാണ്. പോളിനെ കൊല്ലുവാൻ അവരാകുന്ന പണി 56 നോക്കിയത്, പക്ഷെ എന്നുണ്ടെങ്കിൽ അവർക്ക് പോളിനെ കൊല്ലുവാനായിട്ട് കഴിഞ്ഞില്ല. അവർ കുറ്റക്കാരാണ് എന്ന് തെളിയിക്കുന്നത് അത്ര സുഖകരമായ, അത്ര എളുപ്പകരമായ ഒരു കാര്യമല്ല. റോമിലെ സഭ നമുക്കറിയാം പ്രധാനമായിട്ടും ജാതികളാണ്. പക്ഷെ എന്നാൽ അവിടെ യഹൂദന്മാരും ഉണ്ട്. ജാതികളാണെന്ന് എങ്ങനെയാണ് നമ്മൾ ഇത്ര ഉറപ്പിച്ച് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഒരു വാക്യം കൂടെ ഒന്ന് കാണിക്കാം. കഴിഞ്ഞ ദിവസം ഞാനത് കാണിച്ചിരുന്നു നിങ്ങൾ, എന്നിരുന്നാലും ഒരു വാക്യം കൂടെ ഒന്ന് കാണിക്കാം. 13-ാമത്തെ വാക്യം, 1-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം കണ്ടോ? അവിടെ പറയുന്നുണ്ടോ, എന്നാൽ സഹോദരന്മാരെ, എനിക്ക് ശേഷം ജാതികളിൽ എന്ന പോലെ നിങ്ങളിലും വല്ല ഫലവും ഉണ്ടാകേണ്ടതിന് നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഞാൻ പലപ്പോഴും ഭാവിച്ചുവെങ്കിലും ഇതുവരെ മുടക്കം വന്നു നിങ്ങൾ അറിയാതിരിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടുത്തെ 2-ാമത്തെ ലൈൻ കണ്ടോ, എനിക്ക് ശേഷം ജാതികളിൽ എന്ന പോലെ നിങ്ങളിലും വല്ല ഫലവും ഉണ്ടാകേണ്ടതിന്. മനസ്സിലായോ? അവിടെ ജാതികളുടെ ഒരു വലിയ ഗ്രൂപ്പ് ആയതുകൊണ്ടാണ് അവരോട് അങ്ങനെ പറയാൻ കാര്യം. ജാതികളിൽ എന്ന പോലെ നിങ്ങളിലും വല്ല ഫലവും ഉണ്ടാകേണ്ടത്. കാര്യം അവർ പ്രിഡോമിനന്റ്ലി ജെന്റൈൽ ചർച്ചാണ് റോമൻ ചർച്ച് എന്ന് പറയുന്നത്. അവിടെ റോമക്കാരല്ലാതെ മറ്റാരും ആ സമയത്ത് നിൽക്കാൻ പാടില്ല. കാര്യം ക്ലൗഡിയോസ് കൈസറിന്റെ കൽപ്പന പ്രകാരം റോമ നഗരം വിട്ട് അവരെല്ലാവരും ഓടിപ്പോയിരിക്കുക, റോം വിട്ട് ഓടിപ്പോയിരിക്കുക. അവിടെ ഉള്ളതെല്ലാം യഹൂദന്മാര് അധികമില്ല, വളരെ ചുരുക്കം യഹൂദന്മാരുണ്ട് എന്ന് മാത്രമേ നമുക്ക് വിശ്വസിക്കുവാൻ കഴിയത്തുള്ളൂ. വേദപണ്ഡിതന്മാരുടെയൊക്കെ ഐക്യകണ്ഠേനയുള്ള അഭിപ്രായം അതുതന്നെയാണ്. എന്നാലും ജാതികൾക്കും ഒരുക്കിയിരിക്കുന്ന ഈ രക്ഷ യഹൂദജനം അവർക്കും ബാധകമായിരിക്കുക. ജാതികൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ആ രക്ഷ അവർക്കും ബാധകമായതുകൊണ്ടാണ് അവരും ആ ചർച്ചിൽ കൂടി വരുന്നത്. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. ഇത് യഹൂദനോ വേറൊരു രക്ഷ, ജാതികൾക്ക് വേറൊരു രക്ഷ എന്നൊരു പദ്ധതി അല്ല. സകല മനുഷ്യർക്കും രക്ഷ ഉദിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. എന്നാൽ ഞാൻ ജനറലി കേട്ടുവരുന്ന
നമ്മളെ ശ്രദ്ധിക്കാത്തവർ, നമ്മുടെ ഈ ടൈറ്റിലുകൾ മാത്രം വായിച്ചിട്ട് കമന്റ് പറയുന്നവർ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ ദൂരെ നിന്ന് എങ്ങനെയും ഉപദ്രവിക്കണം, ആക്ഷേപിക്കണം എന്നാഗ്രഹിക്കുന്നവർ പറയുന്ന ഒരു കമന്റാണ്, അവർ യഹൂദനെയും ജാതികളെയും തമ്മിൽ വേർതിരിക്കുന്നു, അവർ നടിച്ചവര് വീണ്ടും കെട്ടുന്നു, ബിൽഡ് ചെയ്യുന്നു, ദൈവം ഇടിച്ചു കളഞ്ഞ നടിച്ചവർ കെട്ടുന്നവരാണ്, ഗേറ്റ് മിനിസ്ട്രീസ് യഹൂദൻ വേറെ ജാതികൾ വേറെ എന്ന് പഠിപ്പിക്കുന്നവരാണ് എന്നൊക്കെ നമ്മളെക്കുറിച്ച് ആക്ഷേപം പറയാറുണ്ട്. നമ്മളെ ഒരു പ്രാവശ്യമെങ്കിലും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി പോലും അത് പറയത്തില്ല. കാര്യം നമ്മൾ അതിന് ഡെഡ് അഗൈൻസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഒരു ജാതിയുമില്ല, ഒരു യഹൂദനുമില്ല, ഇന്ന് സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറയുന്ന ഒരു സുവിശേഷമാണ് നമ്മൾ പ്രസംഗിക്കുന്നത്. ഇവിടെ യഹൂദനെന്നില്ല, യവനെന്നില്ല, ദാസനെന്നില്ല, സ്വതന്ത്രനെന്നില്ല, നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഏക ആത്മാവിനാൽ സ്നാനപ്പെട്ടിരിക്കുക, ഏക ആത്മാവിനെ പാനം ചെയ്തിരിക്കുക. പരിശുദ്ധ ആത്മാവിനാൽ നമ്മളെല്ലാം ഒന്നാണ് എന്ന് പഠിപ്പിക്കുന്ന ഗ്രൂപ്പാണ് നമ്മൾ, രണ്ടാണെന്നല്ല. പക്ഷെന്നുണ്ടെങ്കിൽ നാം അതിനോട് ചേരുന്നതിന് മുമ്പ്, നമുക്ക് ഈ ഭാഗ്യം കിട്ടുന്നതിന് മുമ്പ് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് യഹൂദന്റെ കാലഘട്ടമായിരുന്നു. അബ്രഹാം മുതലേ അബ്രഹാമിന്റെ സന്തതിയായിട്ട് വിളിച്ചിരുന്നത് അവരാണ്. കർത്താവിന്റെ ക്രൂശിന് ശേഷവും അവർ തന്നെയാണ് തുടർന്നുകൊണ്ടിരുന്നത്. എന്നാൽ പൗലോസ് അപ്പോസ്തലനെ വിളിച്ച് ഈ സുവിശേഷം സ്വർഗത്തിൽ മറഞ്ഞിരുന്ന മർമ്മം നമ്മളെ അറിയിക്കുന്ന കാലം വരെ നമ്മൾ ഇതിന് യോഗ്യരല്ലായിരുന്നു. വി വെർ കംപ്ലീറ്റ്ലി ഏലിയനേറ്റഡ് ഫ്രം ദ കോമൺവെൽത്ത് ഓഫ് ഇസ്രായേൽ. അവരുമായിട്ട് നമ്മളൊരു ബന്ധമില്ലാത്ത ആൾക്കാരായിരുന്നു നമ്മൾ പഠിപ്പിക്കാറുണ്ട്. കാര്യം നമ്മുടെ തുടക്കം എവിടാണെന്ന് അറിയണമല്ലോ. നമ്മൾ പണ്ട് മുതലേ അങ്ങ് അഹരോന്റെ കാലം മുതലേ നമുക്കിത് ലഭിച്ചിരുന്നതാണ്, അബ്രഹാമിന്റെ കാലം മുതലേ നമ്മൾ അതിന് മക്കളാണ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവർക്ക് നമ്മൾ എവിടെ ആരംഭിച്ചു എന്നും എന്താണ് നമ്മുടെ സുവിശേഷം എന്നും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ വ്യത്യാസം നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ പഠിപ്പിക്കാറുണ്ട്. അതിന്റെ അർത്ഥം നമ്മൾ നടിച്ചുവർ വീണ്ടും കെട്ടുന്നവരെന്നോ യഹൂദനെ ഇസ്രായേലിനെ ജാതികളെ രണ്ടായിട്ട് കാണുന്നവരെന്നോ ഒന്നുമല്ല അതിന്റെ അർത്ഥം. നമ്മൾ പറയുന്നത് എല്ലാവർക്കും ഇന്ന് രക്ഷ ഉദിച്ചിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ തന്നെ യഹൂദന് ജാതികളെ അറിയിക്കാനുള്ള ഈ സുവിശേഷം പോളിൽ കൂടി അറിയിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന് വേണമെങ്കിൽ ഒരു ജാതിയനെ വിളിച്ചാൽ മതിയായിരുന്നു. ഇന്ന് പോളിൽ കൂടി ഈ സുവിശേഷം അറിയിക്കാൻ എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായന, ഇസ്രായേൽ ജാതിക്കാരന്, ആ പോളിൽ കൂടി ഇത് അറിയിക്കുന്നത് യഹൂദനും അതിൽ ഭാഗവാക്കാകുവാൻ ഉള്ള ഭാഗ്യമുണ്ടായിരുന്നു, അവസരമുണ്ടായിരുന്നു. എന്നാൽ അവരതിനെ വിനിയോഗിച്ചില്ല. അതുകൊണ്ടാണ് പോൾ ആദ്യം അവരുടെ സിന്നഗോഗിൽ ആദ്യം പോകും. എവിടെ ചെന്നാലും യഹൂദന്റെ പള്ളി എവിടെ ഉണ്ടെന്ന് ആദ്യം നോക്കും. അവരോട് പറഞ്ഞതിന് ശേഷം ആ ജാതികളുടെ അടുക്കലോട്ട് പോകുന്നത്. യഹൂദൻ ആദ്യം രക്ഷിക്കപ്പെടണം. കാര്യം അവരാ ദൈവജനം, അവരുടെ പക്കലാണ് ഇത് മുഴുവനും ഭരമേൽപ്പിച്ചിരുന്നത്. റാദർ ത്രൂ ദ ഫോൾ ഓഫ് ഇസ്രായേൽ സാൽവേഷൻ കെയിം അൺടു ജെന്റൈൽസ്. അവർ വീണു പോയത് കൊണ്ട് നമുക്ക് ആ രക്ഷ ലഭിച്ചിരിക്കുക. ഇന്ന് നമുക്കും അവർക്കും ഒരുപോലെ രക്ഷിക്കപ്പെടാവുന്ന ഈ കാലത്തിലാണ് നാം ആയിരിക്കുന്നത്. റോമിലെ സഭയിൽ ജാതികൾ ഭൂരിപക്ഷമാണെങ്കിലും യഹൂദന്മാരും അവരുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് അവർക്കും ഈ രക്ഷയിലേക്ക് വരുവാനുള്ള സാവകാശവും ഉണ്ട് എന്നവരെ പറഞ്ഞ് മനസ്സിലാക്കിയ ദൈവം മുമ്പാകെ ഈ യഹൂദന്മാരും കുറ്റക്കാരാണ് എന്നവരെ തെളിയിക്കണം. ഇതൊരു വലിയ ടാസ്ക്കാണ്. കാര്യം പൗലോസ് അപ്പോസ്തലൻ യഹൂദനാണ്. പോളിന് യഹൂദനോട് നിങ്ങൾ കുറ്റക്കാരാണെന്ന് പറയുമ്പോൾ പ്രശ്നം അവിടെ ആരംഭിക്കും. പിന്നെ പോൾ പറയുന്നൊന്നും അവർ ശ്രദ്ധിക്കത്തില്ല. എന്നാൽ വളരെ ലോജിക്കലി തത്വപരമായിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നിങ്ങളുടെ തെറ്റ് എന്താണ്, എന്തുകൊണ്ട് നിങ്ങൾ ശിക്ഷാർഹരാണ്, നിങ്ങൾ മറ്റു പാപികളെ പോലെ തന്നെ അതിലും കടുത്ത ശിക്ഷയ്ക്ക് നിങ്ങൾ യോഗ്യരാണ് എന്നവരെ പറഞ്ഞ് മനസ്സിലാക്കുക. 2-ാം അധ്യായം നമ്മൾ പഠിക്കുന്നത് യഹൂദനും ഈ പാപത്തിൽ അടിമയാണ്, അവനും തുല്യ ശിക്ഷാർഹനാണ് എന്ന് അവരെ കാണിച്ചു കൊടുക്കുന്ന ഒരു അധ്യായമാണ്. യഹൂദൻ ദൈവം കുറ്റക്കാരനാണെന്ന് തെളിയിക്കുവാൻ പൗലോസ് അപ്പോസ്തലൻ 4 സാക്ഷികളെ ക്ഷണിക്കുക. അവരുടെ നിയമപ്രകാരം 2-3 സാക്ഷികളുടെ വായ്മൊഴി പ്രകാരം വേണം ഓരോ കാര്യങ്ങളും തെളിയിക്കാൻ. ആരെങ്കിലും പറയുന്നത് അനുസരിച്ച് ഒരാളെ അക്യൂസ് ചെയ്യുവാൻ കഴിയത്തില്ല. വായ്മൊഴി പ്രകാരം 2-3 സാക്ഷികൾ അതിനുണ്ടായിരിക്കണം. ഇവിടെ 4 സാക്ഷികളെ പോൾ വിളിക്കുക. 2-ാം അധ്യായം മുഴുവനും അതാ കാണുന്നത്. ജാതികളുടെ സാക്ഷ്യം 2-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യം. 2 ദൈവിക അനുഗ്രഹങ്ങൾ കൊടുത്ത് അതിന്റെ ഒരു സാക്ഷ്യം, അതിലൂടെ ഒരു സാക്ഷ്യം പറയാമെങ്കിൽ 2-ാമത്തെ അധ്യായം 4 മുതൽ 11 വരെയുള്ള വാക്യം. ദൈവിക അനുഗ്രഹങ്ങളുടെ സാക്ഷ്യം. ന്യായ പ്രമാണം അതിന് സാക്ഷ്യം പറയുക 12-ാമത്തെ വാക്യം മുതൽ 24-ാമത്തെ വാക്യം വരെ. 4-മതായിട്ട് പരിച്ഛേദനയുടെ സാക്ഷ്യം 25 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. 2-ാമത്തെ അധ്യായത്തിന് 29 വാക്യമാണ് ഉള്ളത്. 1 മുതൽ 3 വരെ ജാതികൾ അതിന് സാക്ഷ്യം പറയുക. 4 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ദൈവിക അനുഗ്രഹങ്ങൾ അതിന് സാക്ഷ്യം പറയുക. 12 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ ന്യായപ്രമാണവും 25 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ പരിച്ഛേദനയും അതിന് സാക്ഷ്യം പറയുക.
യഹൂദനും പാപത്തിലാണെന്നും തുല്യ ശിക്ഷാവിധിക്ക് യോഗ്യരാണെന്നും തെളിയിക്കേണ്ടുന്നത് പൗലോസ് അപ്പോസ്തലന്റെ ഉത്തരവാദിത്വമാണ്. സദാചാര നിരതരായ യഹൂദനും ദൈവിക ന്യായവിധിയും എന്നുള്ളൊരു ഭാഗമാണ് ഈ 2-ാമത്തെ അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. മനുഷ്യ വർഗത്തിന്റെ മേൽ വരുന്ന ന്യായവിധിയുടെ 6 വശങ്ങൾ നമുക്ക് തുടർന്ന് പഠിക്കുമ്പോൾ ഇതിൽ കൂടെ കാണുവാനായിട്ട് കഴിയും. ദൈവം ഇവരുടെ മേൽ ന്യായവിധി അയക്കുന്നതിനെ കുറിച്ച് ഇതിൽ പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ ഭാഗം ഞാനൊന്ന് വായിച്ചിട്ട് നമ്മൾക്ക് അതിലേക്ക് വരാം. 2-ാമത്തെ അധ്യായത്തിന്റെ 1-ാം വാക്യമാണ് നമ്മൾ വായിച്ചു തുടങ്ങിയത്. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, 2-ാമത്തെ വാക്യം: എന്നാൽ ആ വക പ്രവർത്തിക്കുന്നവരുടെ നേരെ ദൈവത്തിന്റെ വിധി സത്യാനുസരണമായിരിക്കുന്നു എന്ന് നാം അറിയുന്നു. 3, ആ വക പ്രവർത്തിക്കുന്നവരെ വിധിക്കുകയും അത് തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യ, നീ ദൈവത്തിന്റെ വിധിയിൽ നിന്ന് തെറ്റി ഒഴിയും എന്ന് നനയ്ക്കുന്നുവോ? അല്ല, ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നുവെന്ന് അറിയാതെ നീ അവന്റെ ദയ, ക്ഷമ, ദീർഘക്ഷാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ? എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുത്തുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചാരതിച്ചു വെക്കുന്നു. അവൻ ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്ക പകരം ചെയ്യും. നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പൂണ്ട് തേജസ്സും മാനവും അക്ഷതയും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവനും, ശാഠ്യം പൂണ്ട് സത്യം അനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവും കൊടുക്കും. തിന്മ പ്രവർത്തിക്കുന്ന ഏത് മനുഷ്യാത്മാവിനും കഷ്ടവും സങ്കടവും ആദ്യം യഹൂദനും പിന്നെ യവനനും വരും. നന്മ പ്രവർത്തിക്കുന്ന ഏവനും മഹത്വവും മാനവും സമാധാനവും ആദ്യം യഹൂദനും പിന്നെ യവനനും ലഭിക്കും. ദൈവത്തിന്റെ പക്കൽ മുഖപക്ഷമില്ലല്ലോ. ന്യായപ്രമാണം ഇല്ലാതെ പാപം ചെയ്തവരൊക്കെയും ന്യായപ്രമാണം കൂടാതെ നശിച്ചു പോകും. ന്യായപ്രമാണം ഉണ്ടായിട്ട് പാപം ചെയ്തവരൊക്കെയും ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടും. ന്യായപ്രമാണം കേൾക്കുന്നവരല്ല, ദൈവസന്നിധിയിൽ നീതിമാന്മാർ ന്യായപ്രമാണം ആചരിക്കുന്നവരത്രേ നീതീകരിക്കപ്പെടുന്നത്. ന്യായപ്രമാണം ഇല്ലാത്ത ജാതികൾ ന്യായപ്രമാണത്താൽ ഉള്ളത് സ്വഭാവത്തിൽ ചെയ്യുമ്പോൾ ന്യായപ്രമാണം ഇല്ലാത്ത അവർ തങ്ങൾക്ക് തന്നെ ഒരു ന്യായപ്രമാണമാകുന്നു. അവരുടെ മനസാക്ഷി കൂടെ സാക്ഷ്യം പറഞ്ഞും അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തുകയോ പ്രതിവാദിക്കുകയോ ചെയ്തുകൊണ്ട് അവർ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി തങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നതായി കാണിക്കുന്നു. 16-ാമത്തെ വാക്യം: ദൈവം യേശു ക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എന്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ. ഞാൻ അവിടെ നിന്ന് നിർത്തിയാണ്. നമുക്ക് തുടർന്ന് വായിച്ചു വരാം. ഇവിടെ 2-ാമത്തെയും 3-ാമത്തെയും വാക്യത്തിലൊക്കെ പറയുന്നത് നമുക്ക് തുടർന്നുള്ള വാക്യങ്ങൾ, ഈ 16 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിച്ചതിൽ നിന്നും മനുഷ്യവർഗത്തിന്റെ മേൽ വരാനിരിക്കുന്ന ന്യായവിധിയുടെ 6 പ്രധാന വശങ്ങളെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാൻ 1-2 എന്ന് പറയാം. അത് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് എഴുതിയിടാം. വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് ആ കാര്യം മനസ്സിലാക്കുവാൻ ഇടയാകും. അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ന്യായവിധി സത്യാനുസരണമാണ് എന്ന് പറയുകയാണ്. എന്നാൽ ആ വക പ്രവർത്തിക്കുന്നവരുടെ നേരെ ദൈവത്തിന്റെ ന്യായവിധി സത്യാനുസരണമായിരിക്കുന്നു. ഈ വരാൻ പോകുന്ന ന്യായവിധി സത്യാനുസരണമാണ്. അതുപോലെ തന്നെ അതിന്റെ 5-ാം വാക്യം കാണിക്കുന്നത് നീതിയുള്ളതാണ്. ദൈവത്തിന്റെ ന്യായവിധി, എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുത്തുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചാരതിച്ചു വയ്ക്കുന്നു. അത് നീതിയുള്ള ന്യായവിധിയാണ് എന്ന് കാണിക്കുക. 6-ാമത്തെ വാക്യം പറയുന്നത് ഓരോരുത്തരുടെ പ്രവൃത്തിക്ക് തക്കതായ ന്യായവിധിയാണ് അവർ പാലിക്കുന്നത്. അവൻ ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് തക്ക പകരം ചെയ്യും. 11-ാമത്തെ വാക്യം പറയുന്നു, മുഖപക്ഷമില്ലാത്ത ന്യായവിധി. അത് ദൈവത്തിന്റെ പക്കൽ മുഖപക്ഷമില്ലല്ലോ. അത് യഹൂദനെന്നും യവനെന്നും ഒന്നുമില്ല. ദൈവം എല്ലാവരെയും ഒരുപോലെ ന്യായം വിധിക്കും. 12-ാമത്തെ വാക്യം കാണിക്കുന്നത് ലഭിച്ച വെളിച്ചത്തിനനുസരിച്ചാണ്. ന്യായപ്രമാണം ഇല്ലാതെ പാപം ചെയ്തവരൊക്കെ ന്യായപ്രമാണം കൂടാതെ നശിച്ചു പോകും. ന്യായപ്രമാണം ഉണ്ടായിട്ട് പാപം ചെയ്തവരൊക്കെ ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടും. നിങ്ങൾക്ക് ലഭിച്ച ആ ഒരു വെളിച്ചത്തിനനുസരിച്ച് നിങ്ങളെ ന്യായം വിധിക്കും. 16-ാമത്തെ വാക്യം അവിടെ പറയാണ്, 16-ാമത്തെ വാക്യം: പോളിലൂടെ അറിയിച്ച സുവിശേഷ പ്രകാരം നിങ്ങളെ ന്യായം വിധിക്കും. ദൈവം യേശു ക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എന്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കും. ഇങ്ങനെ 6 കൂട്ടം കാര്യങ്ങളാണ് ഇവിടെ നിന്നും പ്രധാനമായിട്ട് നമുക്ക് ടേക്ക് അവേ ആയിട്ടുള്ളത്. മൊത്തത്തിൽ ഈ അധ്യായം നോക്കിക്കഴിഞ്ഞാൽ വലിയ ഒരു ആത്മീക മർമ്മം ഒന്നും പഠിക്കാനില്ല. ഇവിടെ നിന്ന് യഹൂദനെ ദൈവം ശിക്ഷിക്കും. അവർ ഒരുപോലെ പാപികളാണ്, ശിക്ഷാർഹരാണ് എന്ന് അവരെ മനസ്സിലാക്കുവാൻ വേണ്ടി എഴുതിയിരിക്കുന്ന ഒരു അധ്യായമാണ്. അവിടെ ഈ പ്രധാനമായിട്ട് 6 ന്യായവിധികൾ, ദൈവത്തിന്റെ ന്യായവിധി ന്യായമാണ്, നീതിയുള്ള ന്യായവിധിയാണ് എന്നവരെ കാണിക്കുവാനായിട്ട് പറഞ്ഞിരിക്കുന്ന ഭാഗമാണ്. 3-ാമത്തെ വാക്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 3-ാമത്തെ വാക്യം പറയുന്നത്, യഹൂദനോട് പറയാണ്, ജാതികൾ പാപം ചെയ്യുകയും അവർക്കുള്ള ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന മനുഷ്യ,
നീ ദൈവത്തിന്റെ വിധിയിൽ നിന്ന് തെറ്റി ഒഴിയും എന്ന് ധരിക്കരുത്. ആ വക പ്രവർത്തിക്കുന്നവരെ വിധിക്കുകയും അത് തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യ, നീ ദൈവത്തിന്റെ വിധിയിൽ നിന്ന് തെറ്റി ഒഴിയുമെന്ന് വിചാരിക്കരുത് എന്ന് പറയുക. 5-ാമത്തെ വാക്യം കണ്ടില്ലയോ? കോപം ചരതിച്ച് ശേഖരിച്ചു വെക്കുന്നതിനെ കുറിച്ച് പറയാം. ദൈവത്തിന്റെ കോപം എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും തെറ്റാണെന്ന് മനസ്സിലായിട്ടും അനുദപിക്കാൻ താല്പര്യമില്ലാതെ നീ ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചരതിച്ചു വെക്കുന്നു. വലിയ ദൈവിക ശിക്ഷാവിധി അങ്ങനെ ബോംബുണ്ടാക്കുന്നത് മാതിരി എന്താ പറയുന്നത്, അതുപോലെ അവര് ചരതിച്ചു വെച്ചോണ്ടിരിക്കുക. അവര് പാപം ചെയ്ത് അന്ത്യ ന്യായവിധി ദിവസം എത്ര ഭയാനകമായ കാര്യമാണ് ചെയ്യുന്നതെന്നറിയാമോ? ഇത് നമുക്ക് ഇന്ന് ആപ്ലിക്കബിളാ. നമ്മൾ ഓരോരുത്തരും തെറ്റാണെന്ന് മനസ്സിലായിട്ടും അത് ശ്രദ്ധിക്കാതെ ആ പാപം തന്നെ ചെയ്ത് കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അനുതാപമില്ലാത്ത ഹൃദയം. നോക്കിക്കേ, ഒരു കാര്യം എടുത്തു കാണിച്ചിട്ടും അത് ശരിയാണോ എന്ന് ബൈബിളിൽ ഒന്ന് നോക്കാൻ ഒരു അനുതാപമോ താല്പര്യവുമില്ല. കഠിന ഹൃദയം. ഞങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്നതാണ്, അതിനപ്പുറത്ത് ഞങ്ങൾക്ക് വേറൊന്നും വേണ്ട, ഞങ്ങളുടെ അപ്പച്ചൻ മുതലേ ഇതാണ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നത്, അതുകൊണ്ട് വേറൊന്നും വേണ്ട. ഈ ഒരു ചിന്താഗതി, നിന്റെ കാഠിന്യം, അനുതാപമില്ലാത്ത ഹൃദയം, കേൾക്കുന്നത് ശരിയാണോ എന്ന് നോക്കാൻ ഒരു ശകലം താല്പര്യമില്ലാതെ ടൈറ്റിൽ വായിച്ചിട്ട് ഉടനെ തള്ളിക്കളഞ്ഞിട്ട് നമ്മളെക്കുറിച്ച് ആക്ഷേപം എഴുതാൻ നിൽക്കാതെ ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് ചരതിച്ചു വെച്ചിരിക്കുന്നു എന്ന് അവരെ കുറിച്ച് പറയുക. 6-ാം വാക്യത്തിൽ പറയുന്നത് അവർ ഓരോരുത്തരും അവനവന്റെ പ്രവർത്തിക്ക് തക്ക പകരം ചെയ്യും. ഞാൻ ഈ വാക്യം ഇങ്ങനെ പറഞ്ഞു വിടുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ അധികം വലിയൊരു ടേക്ക് അവേ ആയിട്ട് അധികം ഈ കാര്യത്തിലില്ല. 2-ാമത്തെ അധ്യായത്തിൽ അവർ തുല്യ ശിക്ഷാർഹരാണെന്ന് തെളിയിക്കുന്നതേ ഉള്ളൂ. അവരോരോരുത്തരും അവനവന്റെ പ്രവർത്തിക്ക് തക്ക പകരം ചെയ്യും. അനുതാപമില്ലാത്ത ഹൃദയം കോപം ചരതിച്ചു വെക്കും. ഇതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. റാപ്ചറിൽ കൈവിട്ടു പോകുമ്പോൾ നിത്യ ശിക്ഷാവിധിയിലേക്ക്, നരകത്തിലേക്ക് കടക്കും എന്ന് നിങ്ങൾ മറക്കരുത്. അധികം വിദൂരമല്ലാത്ത ഭാവിയിൽ റാപ്ചർ നടക്കാൻ പോകുക. ഇങ്ങനൊരു സംഭവം ഇല്ല എന്ന് ചിലരൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ട്. സമയം അനുവദിച്ചാൽ ഞാൻ ആ കമന്റുകൾക്കൊന്ന് മറുപടി പറയാൻ ശ്രമിക്കാം. ഞാൻ പെട്ടെന്ന് ഒരു സ്കെച്ച് കൂടെ നിങ്ങളെ ഒന്ന് കാണിച്ചോട്ടെ, ഈ കാര്യം ഒന്ന് മനസ്സിലാക്കി തരാനായിട്ട്. അതായത് ഈ സ്കെച്ച് കണ്ടോ? ഇനി എന്ത് നടക്കുമെന്നുള്ളത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് 3 ജഡ്ജ്മെന്റുകൾ ഞാൻ ഇതിനെക്കുറിച്ച് തുടർന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ അതിനെ കൂടുതൽ അറിയിക്കാം. ഇവിടെ കണ്ടോ, റാപ്ചറാ നടക്കുന്നത്. ഈ ആദ്യം ഇവിടെ റാപ്ചർ ആൻഡ് ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ്. നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പോവുക, റാപ്ചർ നടക്കും. ഈ റാപ്ചർ കഴിഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും കൈവിടപ്പെട്ടു പോയി എന്ന് വിചാരിച്ചു. നമ്മൾ ഈ കേൾക്കുന്നവർ ആരും തന്നെ കൈവിടപ്പെട്ടു പോകത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം നിങ്ങൾ വിശ്വസിക്കുകയും കർത്താവിന്റെ ക്രൂശിലൂടെ രക്ഷിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്ന് ആത്മാർത്ഥമായിട്ട് സമർപ്പിക്കുകയും അതിൽ ആഴമായി വിശ്വസിക്കുകയും ചെയ്താൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. നാം എല്ലാവരും ചേർക്കപ്പെടും കണ്ണുമിക്കുന്നതിനിടയിൽ. ഇനി അങ്ങനെ അല്ലാത്ത ക്രിസന്റം ആയിരങ്ങൾ കോടികളുണ്ട്. 99.9% ഇന്ന് ആ കണ്ടീഷനിലായിരിക്കുന്നത്. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഉത്തരവാദിത്വം ഇത് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ. റാപ്ചർ നടക്കും. ബൈ ചാൻസ് കൈവിടപ്പെട്ടു പോയാൽ അടുത്ത ദിവസം ആരംഭിക്കുന്ന എന്താണെന്നറിയാമോ? 666 ട്രിബുലേഷനും 7 വർഷത്തെ ആ ഒരു പീഡനകാലവും അതിലേക്കാണ് കടക്കാൻ പോകുന്നത്. ആ ഒരു വലിയ പീഡനകാലത്തിന്റെ അനുഭവത്തിലേക്കാണ് കടക്കാൻ പോകുന്നത്. അതിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മൾ മരണം കൊതിക്കും എന്നുള്ളത് ശരിയാ. പക്ഷെന്നുണ്ടെങ്കിൽ ലോകം അന്ന് വരെ കണ്ടിട്ടില്ലാത്ത മഹാപീഡ ആ ലോകത്തിലുണ്ടാകും. ആദ്യം തുടങ്ങുമ്പോൾ വലിയ കുഴപ്പം കാണുന്നത് ആദ്യത്തെ ഒരു 3.5 വർഷം ഇതിന്റെ സ്റ്റേജ് സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എന്നാൽ അതിന്റെ ഒരു എൻഡ് ആകുമ്പോഴത്തേനും 1 വർഷം കഴിയുമ്പോൾ ഒക്കെ മുതൽ നമ്മൾ കാര്യം മനസ്സിലായി തുടങ്ങും. ക്ഷാമം, ഭൂകമ്പം, പീഡ, യുദ്ധമൊക്കെ ആരംഭിച്ചു തുടങ്ങും. 3.5 വർഷം ആകുമ്പോഴത്തേനും അതിന്റെ അതികാഠിന്യത്തിലേക്ക് ചെല്ലും. സ്വർഗത്തിൽ ദൂതന്മാർ വരെ അയ്യോ കഷ്ടമെന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിലേക്ക് അടുക്കും. അന്നൊക്കെ മരണം ജനം കൊതിക്കുമെങ്കിലും ഒത്തിരി പേര് പട്ടടങ്ങും. കാര്യം ജീവിച്ചിരിക്കാൻ കഴിയാത്ത രീതിയിൽ, പിടിച്ചു നിൽക്കാൻ കഴിയാത്ത രീതിയിൽ ഒത്തിരി പേര് മരിച്ചു പോകും. ആ മരിക്കുന്നവരൊക്കെ നേരെ പോകുന്ന ടോർമെന്റ് പ്ലേസിൽ നിന്ന്, അതായത് തീയിൽ നിന്നും വറചട്ടിയിലേക്ക് മാറ്റുന്ന മാതിരി ഒരു അനുഭവം. അത് വറചട്ടിയിൽ നിന്ന് തീയിലേക്ക് പോകുന്ന മാതിരിയാണ്. എടുത്ത് നേരെ ടോർമെന്റ് പ്ലേസിലേക്ക് മാറ്റുക. ഈ ടോർമെന്റ് പ്ലേസ്, അതായത് ഈ യാതന സ്ഥലത്താണ് അവിടെ കിടക്കാൻ പോകുന്നത്. റാപ്ചറിൽ കൈവിട്ട് പോയാൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് പറയുക. പേടിപ്പിക്കാനല്ല. പേടിച്ചാലും കുഴപ്പമില്ല. കാര്യം പേടിച്ചാലെങ്കിലും ഇതിലൊന്നും മനസ്സിലാക്കാൻ ഒരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ. പിന്നീട് പേടിച്ചിട്ട് ഒരു പ്രയോജനവുമില്ല. യുവർ ടൈം ഈസ് ഓവർ. കർത്താവേ കർത്താവേ എന്ന് പറഞ്ഞു വന്നിട്ട് ഒരു പ്രയോജനമില്ല. നിങ്ങൾക്ക് വാതിൽ തുറക്കത്തില്ല. അപ്പോ ഇവിടെ 666 ട്രിബുലേഷൻ പീരീഡും ഒക്കെ നടക്കുക. ആ 7 വർഷത്തിൽ നിങ്ങൾ മരിച്ചു പോയി കഴിഞ്ഞാൽ നേരെ വറചട്ടിയിൽ നിന്നും തീയിലേക്ക് പോകുന്ന മാതിരി ട്രിബുലേഷനിൽ നിന്നും ടോർമെന്റ് പ്ലേസിലേക്ക് പോകും. അത് കഴിഞ്ഞ ആ ഒരു കാലഘട്ടം കഴിയുമ്പോൾ കർത്താവ് രാജാവായിട്ട് ലോകത്തിലേക്ക് വരും. എന്തിന്? ഈ ലോകത്തെ വാഴുവാനായിട്ട്. അബ്രഹാമിനോടുള്ള വാഗ്ദത്തമാണ്.
അത് മൊസൈക് കവണന്റിൽ കൂടി, ഡേവിഡിക് കവണന്റിൽ കൂടിയൊക്കെ ദൈവം ഉറപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. ദാനിയേലിനെ കാണിച്ചു കൊടുത്തിരിക്കുന്ന സ്വപ്നമാണ്. ഒരു കല്ല് കൈതൊടാതെ പറഞ്ഞു വരും, ആ കല്ല് മഹാപർവ്വതമായി തീരും, 1000 ആണ്ട് കർത്താവ് അവരോടൊപ്പം വാഴും. അതാണ് ജഡ്ജ്മെന്റും. ആ ഒരു സമയത്ത് ഒരു ജഡ്ജ്മെന്റ് നടക്കും. ഞാൻ അതിനെക്കുറിച്ച് തുടർന്ന് ചിന്തിക്കുന്നുണ്ട്. അപ്പൊ ആ ജഡ്ജ്മെന്റിനെ കുറിച്ച് കൂടുതൽ പറയാം. ആ സമയത്ത് 1000 ആണ്ട് വാഴ്ചയാണ്. അതിനുശേഷം വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ്, വെള്ളസിംഹാസനത്തെങ്കിലെ ന്യായവിധി നടക്കും. 1000 ആണ്ട് കഴിയുമ്പോൾ വെള്ളസിംഹാസനത്തെങ്കിലെ ആ ന്യായവിധി ഉണ്ടാവും. അത് കഴിഞ്ഞു കഴിയുമ്പോൾ അവര് എറ്റേണിറ്റി ഇൻ ന്യൂ ഹെവൻ ആൻഡ് ന്യൂ എർത്ത്, പുതുവാനഭൂമി ഇവിടെ ആരംഭിക്കുകയും അവരതിലേക്ക് കടക്കുകയും നിത്യം വസിക്കുകയും സ്വർഗത്തിൽ നിന്ന് മണവാട്ടിയെ പോലെ അലങ്കരിച്ച ആ സ്വർഗീയ ഭവനം ആ പുതു ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും വാനഭൂമിയിലേക്ക് ഇറങ്ങി വരികയും അവിടെ അവർ നിത്യമായിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. ഇതാണ് ഇനി നടക്കാനുള്ള കാര്യങ്ങൾ. നാം റാപ്ചറിൽ ചേർക്കപ്പെടുന്ന ഒരു എറ്റേണിറ്റി ഇൻ ഹെവൻലീസ്, സ്വർഗത്തിൽ നാം നിത്യതയിൽ ദൈവത്തോടൊപ്പമായിരിക്കും. ഇത് രണ്ട് ഗ്രൂപ്പും, 2 സുവിശേഷവും, 2 പദ്ധതികളും, 2 ദൈവിക പദ്ധതികളാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുന്ന 2 പദ്ധതികളാണ്. ആരോ ഒരാൾ കമന്റ് എഴുതിയിരിക്കുന്നത് കണ്ടു, ആകാശം എന്ന് പറയുന്നത് അന്തരീക്ഷത്തെയാണ് ഉദ്ദേശിച്ചത്. എനിക്ക് ശരിക്കും ശരിയാ വന്നത്. അന്തരീക്ഷത്തെയാണ് ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ദ ഹെവൻ ആൻഡ് ദ എർത്ത് എന്ന് പറഞ്ഞിരിക്കുന്നതെന്ന്. ഞാൻ മറുപടി പറഞ്ഞിട്ടില്ല. സൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മറുപടി കൊടുക്കാമെന്ന് വിചാരിക്കുക, സമയം കിട്ടിയില്ല. ഓക്കെ, എറ്റേണിറ്റി ഇൻ ഹെവൻ, നാം സ്വർഗത്തിലായിരിക്കും, നിത്യം സ്വർഗത്തിലായിരിക്കും. ഇവിടെ എറ്റേണിറ്റി ഇൻ ന്യൂ ഹെവൻ ആൻഡ് ന്യൂ എർത്ത്, ഇവിടെ ജനം, ആ യഹൂദ ജനം അവരുടെ 12 ഗോപുരങ്ങളും 12 സിറ്റികളും ഒക്കെ ആയിട്ടുള്ള 12 മതിലുകളും 12 പട്ടണങ്ങളും എല്ലാം 12ന്റെ കണക്ക്, അതെല്ലാം അവരുടെ പദ്ധതിയാണ്. പുത്തനാം യെരുശലേമിന് സമമായിട്ട് അതിലേക്ക് ഭയങ്കര മനോഹരമായിട്ട് ഹോളി ഓഫ് ഹോളീസ്, ഇതാ കർത്താവ് പറഞ്ഞത്, ഞാൻ ഭവനം പണിയുവാൻ പോകുന്നു എന്ന് അവരോട് പറഞ്ഞ ഭവനമാണ് ആ ഇറങ്ങി വരുന്നതും അതിൽ അവർ താമസിക്കുകയും ചെയ്യും. ഏകദേശം 2200 മൈൽ ദൂരത്തിൽ നീളവും വീതിയും ഉയരവും ഉള്ള ഒരു ഭയങ്കര നഗരമാണ്, ഒരു പട്ടണമാണ്, ഒരു വീടൊന്നുമല്ല, ഒരു വലിയ പട്ടണമാണ്. എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, അതിലവർ നിത്യം വസിക്കും. അതാണ് ദൈവിക പദ്ധതി. ഇവിടെ നമ്മൾ കൈവിടപ്പെട്ടു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു നിത്യ ശിക്ഷാവിധിയിലേക്ക് പോകും എന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഭാഗം പറഞ്ഞു വന്നത്. 2-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. നിത്യജീവനും ശാഠ്യം കൊണ്ട് സത്യമനുസരിക്കാതെ അനീതി അനുസരിച്ചുകൊണ്ട് കോപവും ക്രോധവും കൊടുക്കും എന്ന് പറയുന്നൊരു ഭാഗം. സോറി, അതിന് മുൻപുള്ള ഭാഗമായിരുന്നു. എന്നാൽ 7-ാമത്തെ വാക്യത്തിൽ ഇതാ പറയുന്നത്. 7-ാമത്തെ വാക്യത്തിൽ പറഞ്ഞ സോറി, ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ലായിരുന്നല്ലോ. 7-ാമത്തെ വാക്യത്തിൽ നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പൂണ്ട് തേജസ്സും മാനവും അക്ഷതയും അന്വേഷിക്കുന്നവർക്ക്, അതായത് നിങ്ങൾ നല്ല പ്രവൃത്തി ചെയ്ത് ദൈവഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിത്യജീവൻ ലഭിക്കും. നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പൂണ്ട്, to them who by patient continuance in well doing seek for glory and honor and immortality eternal life. ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ ലഭിക്കും. നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പൂണ്ട് തേജസ്സും മാനവും അക്ഷതയും അന്വേഷിക്കുന്നവർക്ക്, അക്ഷയതയും അന്വേഷിക്കുന്നവർക്ക് ദൈവം നിത്യജീവൻ കൊടുക്കുമെന്ന് പറയുക. എന്നാൽ 3-ാമത്തെ അധ്യായം അതിന്റെ 10-ാം വാക്യം നോക്കിയാൽ നമുക്ക് കാണാം, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല എന്ന് കർത്താവ് പറയുന്ന ഭാഗം നമുക്ക് കാണാം. ആ വാക്യത്തിൽ പറഞ്ഞ നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. ഇവർക്ക് അങ്ങനെ കൊടുക്കും എന്ന് പറയുക. പക്ഷെ എന്നിരുന്നാലും നീതിമാൻ ഇവിടെ ആരുമില്ല. 8-ാം വാക്യത്തിൽ പറയുകയാണ്, 8-ാം വാക്യം 2-ാം അധ്യായം 8-ാം വാക്യം, നിത്യജീവനും ശാഠ്യം പൂണ്ട് സത്യം അനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവും. അതായത് നിങ്ങൾ ദൈവപ്രവൃത്തി മനസ്സിലാക്കി അതിലേക്ക് വന്നു കഴിഞ്ഞാൽ നിത്യജീവനും, ഇനി അതല്ല ശാഠ്യവും പൂണ്ട് അനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് നിത്യശിക്ഷാവിധിയും ലഭിക്കുമെന്ന് പറയാം. 3-ാം അധ്യായത്തിന് അടുത്ത അധ്യായത്തിൽ അത് വീണ്ടും ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. അതിന്റെ 12-ാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു, നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. ഈ 2-ാമത്തെ അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുന്നത് അവരെല്ലാം ഒരുപോലെ തെറ്റിപ്പോയിരിക്കുന്നു എന്ന്. 9-ാമത്തെ വാക്യം പറയുന്നു, നന്മ പ്രവർത്തിക്കുന്ന ഏത് മനുഷ്യാത്മാവിനും കഷ്ടവും സങ്കടവും ആദ്യം യഹൂദനും പിന്നെ യവനനും വരും. 10 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ, നന്മ പ്രവർത്തിക്കുന്ന ഏവനും മഹത്വവും മാനവും സമാധാനവും ആദ്യം യഹൂദനും പിന്നെ യവനനും ലഭിക്കും. അവരെ ആ ഒരു നല്ല പ്രവൃത്തിയിലേക്ക് തിരിഞ്ഞു വരുവാൻ, സൽപ്രവർത്തികളിൽ ഉത്സാഹമുള്ളവരായിരിക്കുവാൻ പ്രബോധിപ്പിക്കുക. ദൈവത്തിന്റെ പക്കൽ മുഖപക്ഷമില്ലല്ലോ, 2 പേർക്കും ഒരുപോലെ ദൈവം അനുഗ്രഹങ്ങളെ പകരും എന്ന് പറയുക.
ന്യായപ്രമാണമില്ലാതെ പാപം ചെയ്തവരൊക്കെ ന്യായപ്രമാണം കൂടാതെ നശിച്ചു പോകും. ഇവിടെ ന്യായപ്രമാണത്തിന്റെ സാക്ഷ്യം പറയുക. ന്യായപ്രമാണം ഉണ്ടായിട്ട് പാപം ചെയ്തവരൊക്കെയും ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടും. ആത്യന്തികമായിട്ട് ഇവിടെ എല്ലാം ഉദ്ദേശിക്കുന്നത് യഹൂദൻ തെറ്റുകാരനാണെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ടാണ് ഈ ഉദാഹരണങ്ങളെല്ലാം എടുത്തിരിക്കുന്നത്. ന്യായപ്രമാണം കേൾക്കുന്നവരല്ല ദൈവസന്നിധിയിൽ നീതിവാന്മാർ, ന്യായപ്രമാണം ആചരിക്കുന്നവരത്രേ നീതീകരിക്കപ്പെടുന്നത്. ന്യായപ്രമാണമില്ലാത്ത ജാതികൾ ന്യായപ്രമാണത്താൽ ഉള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ ന്യായപ്രമാണമില്ലാത്ത അവർ തങ്ങൾക്ക് തന്നെ ഒരു ന്യായപ്രമാണമാകുന്നു. അവരുടെ മനസാക്ഷിയുടെ സാക്ഷ്യം പറഞ്ഞും അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തുകയോ പ്രതിവാദിക്കുകയോ ചെയ്തുകൊണ്ട് അവർ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി തങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നതായി കാണിക്കുന്നു. നമുക്ക് ഒരു ചോദ്യം ഇവിടെ വരാം. ഈ ന്യായപ്രമാണത്തിന് മുൻപുണ്ടായിരുന്ന ആൾക്കാർ എന്ത് ചെയ്യും? മോശയ്ക്ക് ന്യായപ്രമാണം കൊടുക്കുന്നത് പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിലാണ്. പുറപ്പാട് 19 വരെ വരുമ്പോഴത്തേന് ഏകദേശം 12,000 വർഷം കഴിഞ്ഞിരിക്കുന്നു. നോഹയുടെ കാലം വരെ ആയപ്പോൾ തന്നെ 1000 വർഷം കഴിഞ്ഞു. അബ്രഹാമിനെ വിളിക്കുന്നു, അതിനുശേഷം മോശയെ വിളിക്കുന്നു. ഏകദേശം ഒരു 2,500 2,600 വർഷം കഴിഞ്ഞു ന്യായപ്രമാണം ലഭിക്കുമ്പോൾ, ആദാമിനെ സൃഷ്ടിച്ചതിന് ശേഷം. ഈ ന്യായപ്രമാണം ഇല്ലാതെ പോയ കാലഘട്ടത്തിലേക്ക് അവർക്ക് എങ്ങനെയായിരിക്കും ദൈവം ശിക്ഷ വിധിക്കുന്നത്? അതുകൊണ്ട് അവരുടെ മനസാക്ഷി കൂടെ അവരോട് സാക്ഷ്യം പറഞ്ഞും അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തുകയോ പ്രതിവാദിക്കുകയോ ചെയ്തുകൊണ്ട് അവർ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി തങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നതായി കാണിക്കുന്നു. ഇതെല്ലാം അവരുടെ ഹൃദയം, മനസാക്ഷി ദൈവം അവരുടെ ഉള്ളിൽ തോന്നിപ്പിക്കുന്നതിന് വിരോധമായിട്ട് അവർ ചെയ്തു കഴിഞ്ഞാൽ അവരെ അതിനൊത്തവണ്ണം, അവരുടെ മനസാക്ഷി ന്യായപ്രമാണത്തിനൊത്തവണ്ണമാണ് എന്ന് ഒക്കെ പറഞ്ഞ് ആ ഒരു ഭാഗം അവർക്ക് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കുന്നതായിട്ടാണ് നമ്മളവിടെ കാണുന്നത്. തുടർന്ന് വായിക്കുമ്പോൾ 16-ാമത്തെ വാക്യത്തിൽ കാണുന്നത്, ദൈവം യേശു ക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എൻ്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ. നമ്മുടെ സമയം തീർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും ഞാൻ ആ ന്യായവിധിയെ കുറിച്ച് ഒന്നുകൂടെ ഒന്ന് കാണിക്കുവാനായിട്ട് ആഗ്രഹിക്കുക. നമ്മൾ എങ്ങനെയാണ് ന്യായം വിധിക്കുന്നത് എന്നുള്ള ഭാഗം നമ്മൾ തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിൽ ഈ ഒരു ഇതിലേക്ക് കടന്നു പോകും. ന്യായവിധിയിലൂടെയൊക്കെ കടന്നു പോകും. ന്യായമായിട്ട് വിധിക്കുന്ന വിധിയാണ് ന്യായവിധി എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിനെ അധികം പേടിക്കണ്ട. 3 പ്രധാന ന്യായവിധികളാണ് നമ്മുടെ മുന്നിലുള്ളത്. 3 മെയിൻ ജഡ്ജ്മെന്റുകളാണ്. ഒന്ന്, യേശു ക്രിസ്തുവിന്റെ ന്യായവിസ്താര സഭയിലെ ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ്. അത് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 5-ാം അധ്യായം 10-ാം വാക്യത്തിൽ കാണുന്നതാണ്. അവിടെ പറഞ്ഞിരിക്കുന്ന, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകലും തീയതാകലും നാം ചെയ്തതിനൊത്തോണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരും. നിങ്ങൾക്കറിയാം, ഇത് നീതിമാന്മാരുടെ ന്യായവിധിയാണ്. അതായത് റാപ്ചറിൽ ചേർക്കപ്പെടുന്നവര് ചെല്ലുന്നത് കർത്താവിന്റെ ന്യായവിസ്താര സഭയിലേക്ക്. ഇത് കണ്ടില്ലേ, ഇവിടെ ഞാൻ ഈ റാപ്ചർ ആൻഡ് JSC എന്ന് എഴുതിയിരിക്കുന്നത് ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ് ആണ്. റാപ്ചറിൽ ചേർക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ കർത്താവ് യേശു ക്രിസ്തു ന്യായവിസ്താര സഭയിലേക്കാണ് ചെല്ലുന്നത്. അവിടെ ചെന്നിട്ട് നാം ചെയ്ത പ്രവർത്തികൾക്കൊക്കെയും പ്രതിഫലം സ്വീകരിച്ച് എറ്റേണിറ്റി ഇൻ ഹെവൻ, നാം നിത്യം സ്വർഗത്തിൽ വാഴാൻ പോവുക. അതൊരു നമ്മൾ ആ സ്വർഗത്തിലേക്ക് കടക്കുക എന്ന് പറയുന്ന ഒരു എൻട്രി. ആ എൻട്രി കൊണ്ട് എല്ലാം ആയില്ല. നമ്മളിവിടെ എങ്ങനെ ജീവിച്ചു, ശരീരത്തിൽ ഇരുന്നപ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും ചെയ്തതിനൊത്തവണ്ണം പ്രാപിക്കേണ്ടതിന് നിത്യതയിൽ നാം എങ്ങനെ ആയിരിക്കാൻ പോകുന്നു, തേജസിന്റെ ഖനം നമ്മുടെ മേലിങ്ങനെ ലെയറായിട്ട് ദൈവം തേജസ് അണിയിക്കാൻ പോവുക. നമുക്ക് അതിന്റെ പ്രത്യേകത പക്ഷേ ഇപ്പോൾ അറിയത്തില്ല. സ്വർഗത്തിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്കറിയാം നാം ഇവിടെ ചെയ്ത പ്രവർത്തികളുടെയൊക്കെ പ്രതിഫലം എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളതും അതിന്റെ പ്രത്യേകത എന്താണെന്നുള്ളതും. അതും ഒരു വൺ ടൈം അല്ല, അത് നിത്യമാണ്. നിത്യ തേജസിന്റെ കനം ഓർക്കുമ്പോൾ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നൊക്കെ പൗലോസ് പറയാൻ കാര്യം അതാണ്. അങ്ങനെ നമുക്ക് അത് ലഭിക്കുന്നത് ഈ ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റിലാണ്. ഇതിനെയാണ് 1 കൊരിന്ത്യർ 3-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി ഞാൻ അടിസ്ഥാനം ഇട്ടിരിക്കുന്നു എന്നൊക്കെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ ഒരുവൻ പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ ഇതുകൊണ്ടൊക്കെ പണിയുന്നുവെങ്കിൽ അവന്റെ പ്രവൃത്തി തീയോട് വെളിപ്പെട്ടു വരും എന്നൊക്കെ പറയുന്ന ഒരു ഭാഗം നമുക്കറിയാം. ഇതെല്ലാം പറയുന്ന ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ്. ഇതിന്റെ എല്ലാം അർത്ഥം നമ്മൾ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെ അത് കാണിക്കുക. നമുക്ക് എങ്ങനെയും ജീവിക്കാം നല്ല നമ്മൾ പഠിപ്പിക്കുന്നത്. അങ്ങനെ പഠിപ്പിക്കാൻ ഒരു വിധത്തിലും നമുക്ക് ന്യായമില്ല. ഒരിടത്തും അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. പൗലോസിന്റെ ഒരു ലേഖനത്തിലും അങ്ങനെ ഒരു ധ്വനി പോലും നിങ്ങൾ കേൾക്കത്തില്ല. പിന്നെ എന്തുകൊണ്ടാണ് യാതൊരു കൂസലുമില്ലാതെ ജനം നമ്മളെ കുറിച്ച് അങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. ചുമ്മാതെ വെറുതെ ബ്ലണ്ടർ അടിച്ചിരിക്കുക. നമ്മൾ ഒരിക്കൽ പോലും ഒരിടത്ത് പോലും അങ്ങനെ പറയാറില്ല നമ്മൾ ഏത് രീതിയിലും ജീവിക്കാന്നുള്ളത്. നമ്മുടെ രാഗമോഹങ്ങളെ, പാപങ്ങളെ, നമ്മുടെ ആ പാപ ചിന്തകളെയൊക്കെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടി ക്രൂശിക്കണമെന്ന് തന്നെയാണ് പറയുന്നത്. ഏത് രീതിയിലും ജീവിക്കാമെന്നല്ല പറയുന്നത്.
അപ്പോ നാം ചെയ്ത പ്രവർത്തികൾക്കൊക്കെ പ്രതിഫലം ലഭിക്കുന്ന ഒരു ന്യായവിസ്താര സഭയാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. അതിനുശേഷം റാപ്ചർ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ട്രിബുലേഷൻ പീരീഡിലേക്ക് കടക്കും, 7 വർഷം. അവിടെ മരിച്ചു പോകുന്നവർ പോകുന്ന ടോർമെന്റ് പ്ലേസിലേക്കാണ്, അതായത് യാതനാ സ്ഥലത്തേക്കാണ് എന്ന് ഞാൻ കാണിച്ചു. ആ 7 വർഷത്തിന്റെ അവസാനം കർത്താവ് രാജാവായിട്ട് വരും. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് കാണാം, അതിന്റെ 1-ാമത്തെ വാക്യം മുതൽ അവസാനം വരെ അതിൽ എന്ത് നടക്കും, എങ്ങനെ നടക്കുമെന്ന് കർത്താവ് അവരോട് പറയുക. ആ സമയത്ത്, ഈ ഒരു കാലഘട്ടത്തിൽ അതിന്റെ അവസാനവും കർത്താവിന്റെ വരവിന്റെ ലക്ഷണം എന്താന്ന് അവർ ചോദിച്ചത് അത് പറഞ്ഞു കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാം. അത് കഴിയുമ്പോൾ ഇവിടെ ഒരു ജഡ്ജ്മെന്റ് ഉണ്ട്. അതായത് അന്ന് വരെ മരിച്ചുപോയ വിശുദ്ധന്മാരെല്ലാവരും എഴുന്നേറ്റ് വരണം. അവരെല്ലാവരും എഴുന്നേറ്റ് വരും. റെവലേഷൻ 20-ാം അധ്യായത്തിന്റെ 4 മുതൽ 6 വരെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. മരിച്ചുപോയ വിശുദ്ധന്മാരെല്ലാം എഴുന്നേൽക്കുന്നത് കർത്താവിന്റെ ആ 2-ാമത്തെ വരവിലാണ്. കാഹളം ധ്വനിക്കും, അതും ഭയങ്കര മഹാകാഹളം ധ്വനിയോടുകൂടിയാണ് കർത്താവ് വരുന്നത്. ആ വരുമ്പോൾ അന്ന് വരെ മരിച്ചുപോയ വിശുദ്ധന്മാരെല്ലാവരും ഉയർത്തെഴുന്നേൽക്കും. ആദാമിന്റെ കാലം മുതൽ മരിച്ചുപോയ വിശുദ്ധന്മാരെല്ലാവരും ഉയർത്തെഴുന്നേൽക്കും. ആ കൂട്ടത്തിൽ ആ ട്രിബുലേഷനിൽ കൂടെ കടന്നുപോയ സെയിൻസും വിശുദ്ധന്മാരും ആ കൂട്ടത്തിൽ ഉയർത്തെഴുന്നേൽക്കും. കർത്താവ് പത്രോസിനോട് പറഞ്ഞത് കണ്ടോ, നിങ്ങൾ കർത്താവിന്റെ ആ പുനരുദ്ധാനത്തിൽ നിങ്ങൾ 12 പേരും പുനരുദ്ധാനം പ്രാപിച്ച് നിങ്ങൾ എന്നോടൊപ്പം ഉയർത്തെഴുന്നേൽക്കും. ആദ്യ ഫലക്കാറ്റയുടെ പെരുന്നാളെ അതാണ്. കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നതുകൊണ്ട് അവരുടെ ഒരു വലിയ ഹാർവെസ്റ്റ് നടക്കാൻ പോകുന്നു. ആ ഹാർവെസ്റ്റിൽ അവരുടെ വിശുദ്ധന്മാരെല്ലാം ഉയർത്തെഴുന്നേൽക്കുമെന്ന് അവർക്കറിയാം. കുരിശിൽ കിടന്ന കള്ളൻ വരെ കർത്താവിനോട് ഇതാ പറഞ്ഞത്, കർത്താവേ, നീ രാജാതിരാജാവായിട്ട് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ ഓർത്തോണേ, എന്നെ കൂടെ ഉയർത്തെഴുന്നേൽക്കുവാൻ എന്നെ കൂടെ സഹായിക്കണമെന്ന് പറയുന്നത് അവരുടെ അടിസ്ഥാനപരമായ വിശ്വാസമായത്. നിങ്ങൾക്ക് സംശയമുണ്ടെന്നുണ്ടെങ്കിലോ ഒരു വാക്ക് ഞാനൊന്ന് പെട്ടെന്ന് കാണിക്കാം. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 19-ാമത്തെ അധ്യായം അതിന്റെ 27 മുതലുള്ള വാക്യങ്ങൾ. മത്തായി 19 അതിന്റെ 27 മുതലുള്ള വാക്യങ്ങൾ. ഇവിടെ പത്രോസ് അപ്പോസ്തലൻ കർത്താവിനോട് ചോദിക്കുക. പത്രോസ് അവനോട്, ഞങ്ങൾ സകലവും വിട്ടു നിന്നെ അനുഗമിച്ചുവല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് ചോദിച്ചു. കർത്താവ്, ഞങ്ങൾക്ക് എന്താ ഇതിന്റെ പ്രതിഫലം? നിന്നെ വിട്ടിട്ട് ഞങ്ങൾ നിന്നെ അനുഗമിക്കുന്നു. യേശു അവരോട് പറഞ്ഞത്, കർത്താവ്, എന്നെ അനുഗമിക്കുന്നവ നിങ്ങൾ പുനർജനനത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ കണ്ടോ, കർത്താവിന്റെ വലിയ മഹത്വ പ്രത്യക്ഷതയായി കാണിക്കുന്നത്. നിങ്ങളും 12 സിംഹാസനത്തിലിരുന്ന് ഇസ്രായേൽ ഗോത്രം 12-നും ന്യായം വിധിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഇവരെല്ലാവരും ഉയർത്തെഴുന്നേൽക്കുന്ന ഇവിടെ. പലരും ചോദിക്കാറുണ്ട്, 12 അപ്പോസ്തലന്മാര് റാപ്ചറിൽ എടുക്കപ്പെടത്തില്ലേ? റാപ്ചറിൽ എടുക്കപ്പെടുന്ന പദ്ധതിയിലല്ല അവരായിരിക്കുന്നത്. അവർക്ക് റാപ്ചർ എന്താണെന്നേ അറിയത്തില്ല. അവർ റാപ്ചർ ആരോടും പറഞ്ഞിട്ടുമില്ല, അവർക്കും അറിയത്തില്ല. അവർ എഴുന്നേൽക്കുന്നത് ഇവിടെ, കർത്താവിന്റെ രാജാതിരാജാവായിട്ടുള്ള വീണ്ടും വരവ്, 2-ാം വരവ്. അവിടെ അവർ ഉയർക്കും. എന്റെ നാമനിമിത്തം വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടുകളഞ്ഞവൻ എല്ലാം 100 മടങ്ങ് ലഭിക്കും, അവൻ നിത്യജീവനെയും അവകാശമാക്കും. കണ്ടോ, ഇവിടെ അവർക്ക് ലഭിക്കുന്ന കാര്യത്തെക്കുറിച്ചായി പറയുന്നത്. ഇത് പഴയ നിയമം മുതലേ, ലിറ്റിൽ ഫ്ലോക്സ് മുതലേ, അല്ലെന്നുണ്ടെങ്കിൽ ഈ ട്രിബുലേഷൻ സെയിൻസ്, ഈ കഷ്ടത്തിൽ കൂടി കടന്നു പോകുന്ന വിശുദ്ധന്മാരെല്ലാവരും ഉയർത്തെഴുന്നേൽക്കുന്നത് ഇവിടെയാണ്. അവരുടെ പ്രത്യാശ ഇതാ, അവർക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്ന പ്രത്യാശ ഇവിടെ. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 4 മുതലുള്ള വാക്യങ്ങൾ കൂടെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. ഇവിടെ അത് 4-ാമത്തെ വാക്യം മുതൽ, വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം മുതൽ. ഇവിടെ കണ്ടോ, ഞാൻ ന്യായാസനങ്ങളെ കണ്ടു. ഇതാണ് അടുത്ത ജഡ്ജ്മെന്റ്. കർത്താവിന്റെ വരവിൽ ഉണ്ടാകുന്ന ഒരു ന്യായാസനം, തേജസ്സിന്റെ സിംഹാസനം എന്ന് പറയും. അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൊള്ളാതിരുന്നവരുമാരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടെ വാണു. അവർ ആ 1000 ആണ്ടിലേക്ക് കടക്കുക. ഇവിടെ അങ്ങനെ മരിച്ചു പോയവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു, അവരും ഈ കൂട്ടത്തിൽ ഉണ്ടാകുമെന്ന് പറയുക. വീണ്ടും പഴയ നിയമം മുതലുള്ള വിശുദ്ധന്മാർ, അബ്രഹാമിന്റെ കാലം മുതലുള്ള വിശുദ്ധന്മാർ ഇതിലുണ്ടാകും. 12 ഇതിലുണ്ടാകും. 12 അപ്പോസ്തലന്മാരുടെ വിളി ഇവിടെയാണ് അവർ ഉയർത്തെഴുന്നേൽക്കുന്നത്. അവർ രാജാക്കന്മാരായിട്ട് കർത്താവിനോടൊപ്പം വാഴും. അവരുടെ വിളി ഇത്. നമ്മൾ പിടിച്ച് അവരെ ക്രിസ്ത്യാനികളാക്കിയേക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ആവപ്പാടെ കുഴഞ്ഞു പോയേക്കുന്നത്. ക്രിസ്ത്യാനികളുടെ വിളി അവർ ത്രൂ അല്ല, പൗലോസ് അപ്പോസ്തലനാണ് വിളിച്ചത്. അതുകൊണ്ടാണ് പോൾ പറയുന്നത്, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, കർത്താവിന്റെ വരവിൽ നാം ചേർക്കപ്പെടും. റാപ്ചർ അതുകൊണ്ടാണ് പോളിനെ കാണിച്ചു കൊടുക്കുന്നത്. ഇവർക്കാർക്ക് റാപ്ചർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയത്തില്ല. ഇവരാരും ഒന്നും പ്രസംഗിച്ചിട്ടുമില്ല അതിനെക്കുറിച്ച്. അടുത്ത വാക്യം കണ്ടില്ലേ, അവിടെ പറയുന്നത് മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയോളം ജീവിച്ചില്ല. അതാ ഞാൻ പറഞ്ഞത്, അവർ ടോർമെന്റ് പ്ലേസിൽ കിടക്കും. അന്ന് മരിച്ചു പോയവരിൽ ബാക്കിയുള്ളവർ അതാരാ? ഈ ആരെങ്കിലും നമ്മളെ കേട്ടിട്ട്
കൈവിടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, റാപ്ചറിൽ എടുക്കാതെ കൈവിടപ്പെട്ടു പോയിട്ടുള്ള ജാതികളുണ്ടല്ലോ, കോടിക്കണക്കിന്. അവരാരും മരിച്ചുപോയവർ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിവോളം ജീവിച്ചില്ല. അവരെവിടാ? അവർ ടോർമെന്റ് പ്ലേസിൽ തന്നെ തുടരും. അവരൊന്നും ജീവിച്ചില്ല, അവരാരും എഴുന്നേറ്റിട്ടുമില്ല, അവരവിടെ തന്നെ കഴിയുക. ഇത് ഒന്നാമത്തെ പുനരുദ്ധാനം. ഇവിടെ എഴുന്നേറ്റവരുണ്ടല്ലോ, ആ പുനരുദ്ധാനം പ്രാപിച്ചത്, ഇതിനെയാണ് ഒന്നാമത്തെ പുനരുദ്ധാനം എന്ന് പറയുന്നത്. ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാവുന്നു. അതിന്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ വെച്ച് അവർ ഉയർത്തു കഴിഞ്ഞാൽ അവർ വിശുദ്ധന്മാരാണ്. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. ഇനി അടുത്ത ഒരു ന്യായവിധി വരുന്നുണ്ട്, അതാണ് വെള്ള സിംഹാസനത്തിലെ ന്യായവിധി. ആ ന്യായവിധിയിൽ ഇവർ വരത്തില്ല, ഇവർക്ക് അതിന് വരേണ്ട ആവശ്യമില്ല. കാര്യം അതിനെയാ രണ്ടാം മരണം എന്ന് പറയുന്നത്. അവരുടെ രണ്ടാം മരണത്തിന് അധികാരം, അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടി 1000 ആണ്ട് വാഴും. മനസ്സിലായോ? ഇതാണ് ആ 1000 ആണ്ട് വാഴ്ച എന്ന് പറയുന്നത്. നിങ്ങൾ ഈ ഭാഗം ക്ലിയർ ആകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആരും നിങ്ങൾ തെറ്റിക്കരുത്. ഈ കാര്യങ്ങൾ ഉറപ്പുള്ളവരായിരിക്കണം. തിരുവചനം എന്ത് പറയുന്നു നോക്കണം. പഴങ്കഥകളല്ല നമുക്ക് വേണ്ടത്. ഇവിടെ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് വരും, 1000 ആണ്ട് വാഴ്ചയിലേക്ക് കടക്കും. ഇവിടെ ഒരു ജഡ്ജ്മെന്റ് ഉണ്ട്. ഇതാണ് തേജസിന്റെ സിംഹാസനം എന്ന് പറയുന്നത്. ഇവിടെയാണ് 12 അപ്പോസ്തലന്മാർ, 12 ശിഷ്യന്മാർ. അവർ ഉയർത്തെഴുന്നേൽക്കുന്ന കർത്താവിനോടൊപ്പം രാജാക്കന്മാരായിട്ട് ഈ 12 സിംഹാസനത്തെ ന്യായം വിധിക്കും. അതിന്റെ അവസാനം വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ് വരിക. ഇവിടെയാണ് വെള്ള സിംഹാസനത്തിലെ ന്യായവിധി വരുന്നത്. ഇതെവിടെ പറഞ്ഞേക്കുന്നത്? റെവലേഷനിൽ തന്നെ, വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ കാണിക്കാം. അവിടെ വെളിപ്പാട് പുസ്തകത്തിന്റെ 20-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം, 11-ാമത്തെ വാക്യം അവിടെ കണ്ടില്ലേ? ഈ വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ്, ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിൽ ഒരുവൻ ഇരിക്കുന്നത് കണ്ടു. ഇതാണ് വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ്. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. നിങ്ങൾ ഇന്ന് കാണുന്ന ഈ ആകാശവും ഭൂമിയും ഒന്നും പിന്നെ കാണത്തില്ല, അത് ഓടിപ്പോയി. ഇന്ന് കാണുന്ന ഒന്നും തന്നെ കാണത്തില്ല. ഇതാ പാട്ടുകാരൻ പറയുന്നത്, പ്രതിഫലം തന്നിടുവാൻ എന്നുള്ള പാട്ടിന്റെ അവസാനത്തിൽ പറയുന്നത്, കാലമെല്ലാം കഴിയും, ഇന്ന് കാണുന്നതെല്ലാം അഴിയും, പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. അദ്ദേഹത്തിന് പ്രത്യാശിക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പക്ഷേ ഈ കാര്യമല്ല നമുക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വലിയൊരു വെള്ള സിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. ഇവിടെ കണ്ടില്ലേ? മരിച്ചുപോയ നമ്മുടെ ആൾക്കാരെല്ലാം എഴുന്നേറ്റ് ഇവിടെ വരും. ഇനി റാപ്ചർ മനസ്സിലാകാതെ ക്രിസ്ത്യാനിറ്റിയാന്ന് പറഞ്ഞ് ജീവിക്കുന്ന, സത്യമാർഗത്തിലേക്ക് വരാതെ ജീവിക്കുന്ന 99% ക്രിസ്ത്യാനികളും മരിച്ചു പോകും. ആ മരിച്ചുപോയവരെല്ലാം എഴുന്നേറ്റ് വരുന്നത് ഇവിടെയാണ്. ആ ബാലന്മാര് മുതൽ വൃദ്ധന്മാർ വരെ, കൊച്ചുകുട്ടികൾ ഇതിൽ ഉൾപ്പെടത്തില്ല, ശിശുക്കൾ. ഞാൻ അതിനെക്കുറിച്ച് അക്കൗണ്ടബിലിറ്റി, ദ ഏജ് ഓഫ് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ഒരു ദിവസം സംസാരിക്കാം. ഇവിടെ ബാലന്മാർ മുതൽ വൃദ്ധന്മാർ വരെ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകവും എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തിക്കടുത്ത ന്യായവിധി ഉണ്ടായി. ഇവിടെയാണ് അവരുടെ ന്യായവിസ്താരമൊക്കെ നടക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് വല്ല രക്ഷയ്ക്ക് വകുപ്പുണ്ടോ? സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു, മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്കടുത്ത വിധി ഉണ്ടായി. ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് അധികം കടക്കുന്നില്ല. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഇതിനുശേഷം പിന്നെ മരണമില്ല. തീപ്പൊയ്ക രണ്ടാമത്തെ മരണം, ഇതോടുകൂടി തീരുക, രണ്ടാം മരണമായത്. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. മനസ്സിലായോ? ഇവിടെ റെക്കമെൻഡേഷനും കാര്യങ്ങളും ഒന്നുമില്ല. ഇവിടെ യാതൊരു വിധത്തിലും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പിന്നെ വകുപ്പില്ല. ആദ്യം പോകുന്നത് ടോർമെന്റ് പ്ലേസിലേക്കാണ്. അവിടെ നിന്നും എടുത്ത് കളയാൻ പോകുന്നത് ഈ നിത്യ നരകാഗ്നിയിലേക്കാണ്. അത് ഇവിടെ വന്നൊന്ന് വായിച്ച് കേൾപ്പിക്കും. ദൈവം നീതിമാനാണ്. കുറച്ചു പേരെ എല്ലാവരെയും കൊണ്ട് എടുത്തങ്ങ് നരകത്തിൽ കളയുന്നതിന് മുമ്പ് എന്താണ് താങ്കളുടെ തെറ്റ് എന്നിവിടെ പറഞ്ഞു കേൾപ്പിക്കും. അത് കാണിക്കും, വീഡിയോ മാതിരി കാണും താങ്കൾ എന്താണ് താങ്കളുടെ തെറ്റെന്ന്. താങ്കൾ ചെയ്ത തെറ്റിന്റെ വലിപ്പമല്ല ഇവിടുത്തെ വിഷയം, മറിച്ച് താങ്കൾ ചെയ്ത തെറ്റിന് പകരമായി കർത്താവ് കാൽവറിയിൽ നിവർത്തിച്ച ആ രക്ഷണ്യ പ്രവൃത്തിയിൽ താങ്കൾ വിശ്വസിച്ചില്ല എന്നുള്ളതാണ് താങ്കളുടെ തെറ്റ്. അങ്ങനെ നിത്യ നരകാഗ്നിയിലേക്ക് പോകേണ്ടതായിട്ട് വരും. ഞാൻ റോമാലേഖനത്തിലേക്ക് മടങ്ങി വന്ന് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാനായിട്ട് പോവുകയാണ്. ഈ റോമാലേഖനത്തിൽ ഞാൻ ഇന്ന് അധികം കാര്യമായിട്ടൊന്നും പറയാനില്ലാതിരുന്നത് അവരുടെ അവരുടെ ആ വിളിയെക്കുറിച്ചും അവരുടെ ആ ന്യായവിധിയെക്കുറിച്ചും പറയുന്നൊരു ഭാഗമാണ്. അതുകൊണ്ടാണ് ഞാൻ മറ്റു പലതും അതിനോട് ചേർന്ന് നിങ്ങളെ കാണിക്കുവാനായിട്ട് സമയം വേർതിരിച്ചത്. നീയോ യഹൂദൻ എന്ന പേർ കൊണ്ടും ന്യായപ്രമാണത്തിൽ ആശ്രയിച്ചും ദൈവത്തിൽ പ്രശംസിച്ചും ന്യായപ്രമാണത്തിൽ നിന്ന് പഠിക്കയാൽ അവന്റെ ഇഷ്ടം അറിഞ്ഞും ഭേദാഭേദങ്ങൾ വിവേചിച്ചും ജ്ഞാനത്തിന്റെയും സത്യത്തിന്റെയും സ്വരൂപം ന്യായപ്രമാണത്തിൽ നിന്ന് നിനക്ക് ലഭിച്ചതുകൊണ്ട് നീ കുരുടർക്ക് വഴി കാട്ടുന്നവൻ, ഇരുട്ടിലുള്ളവർക്ക് വെളിച്ചം, മൂഢരെ പഠിപ്പിക്കുന്നവൻ, ശിശുക്കൾക്ക് ഉപദേഷ്ടാവ് എന്ന് ഉറച്ചുമിരിക്കുന്നു എങ്കിൽ, ഹേ അന്യനെ ഉപദേശിക്കുന്നവനെ, നീ നിന്നെ തന്നെ ഉപദേശിക്കാത്തത് എന്ത്?
മോഷ്ടിക്കരുതെന്ന് പ്രസംഗിക്കുന്ന നീ മോഷ്ടിക്കുന്നുവോ? വ്യഭിചാരം ചെയ്യരുതെന്ന് പറയുന്ന നീ വ്യഭിചാരം ചെയ്യുന്നുവോ? വിഗ്രഹങ്ങളെ വെറുക്കുന്ന നീ കവർച്ച ചെയ്യുന്നുവോ? ഇതെല്ലാം നിങ്ങൾ ചെയ്യുന്നു എന്ന് പറയുക. ന്യായപ്രമാണത്തിൽ പ്രശംസിക്കുന്ന നീ ന്യായപ്രമാണത്തിന്റെ ലംഘനത്താൽ ദൈവത്തെ അപമാനിക്കുന്നു. നിങ്ങൾ നിമിത്തം ദൈവത്തിന്റെ നാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഇന്ന് ഈ സംഗതിയാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രസംഗിക്കേണ്ട വിഷയമാണ്. ഞാൻ അവിടെ നിൽക്കുന്നില്ല, ഞാൻ അവിടെ നിന്ന് പോവുകയാണ്. നിങ്ങൾ നിമിത്തം ദൈവത്തിന്റെ നാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നീ ന്യായപ്രമാണം ആചരിച്ചാൽ പരിച്ഛേദന പ്രയോജനമുള്ളത് സത്യം. ന്യായപ്രമാണ ലംഘിയായാലോ നിന്റെ പരിച്ഛേദന അഗ്രചർമ്മമായി തീർന്നു. അഗ്രചർമ്മി ന്യായപ്രമാണത്തിന്റെ നിയമങ്ങളെ പ്രമാണിച്ചാൽ അവന്റെ അഗ്രചർമ്മം പരിച്ഛേദന എന്ന് എണ്ണുകയില്ലയോ? ഇതുകൊണ്ടൊന്നും ഒരു ഗുണവുമില്ല, ഒരു പ്രയോജനവുമില്ല എന്ന് സമർത്ഥിക്കുക. സ്വഭാവത്താൽ അഗ്രചർമ്മിയായവൻ ന്യായപ്രമാണം അനുഷ്ഠിക്കുന്നുവെങ്കിൽ അക്ഷരവും പരിച്ഛേദനയുമുള്ള ന്യായപ്രമാണ ലംഘിയായ നിന്നെ അവൻ വിധിക്കയില്ലയോ? പുറമേ യഹൂദനായവൻ യഹൂദനല്ല, പുറമേ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമല്ല. അകമേ യഹൂദനായവൻ അത്രേ യഹൂദൻ, അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന അത്രേ പരിച്ഛേദന. അവന് മനുഷ്യരാലല്ല ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും. ഞാൻ ഈ ഭാഗം അടുത്ത പ്രാവശ്യം ഒന്നുകൂടെ ഒന്ന് റീക്യാപ്പ് ചെയ്യാം. ഇതാണ് 2-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. പറഞ്ഞു വെക്കുന്നത് ഇതാ: പുറമേ ഉള്ളവൻ യഹൂദൻ, പുറമേ ഉള്ള യഹൂദൻ യഹൂദനല്ല, പുറമേ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമല്ല. അകമേ യഹൂദനായവൻ അത്രേ യഹൂദൻ, അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന അത്രേ പരിച്ഛേദന. അവന് മനുഷ്യരാലല്ല ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും. ഇതിന്റെ ഒരു രത്ന ചുരുക്കം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനുഷ്യന്റെ സാർവത്രിക തോൽവി. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. സർവ്വലോകവും ദൈവത്തിന്റെ സന്നിധിയിൽ ശിക്ഷാർഹരാണ്. നോഹയുടെ കാലത്ത് ദൈവം എന്തിനാ ന്യായവിധി അയച്ചത്? വെള്ളപ്പൊക്കം വന്നത്, ജലപ്രളയം ഉണ്ടായത്, സകലരും ഒരുപോലെ പാപം ചെയ്ത് കൊള്ളരുതാത്തവരായി തീർന്നു. ലോത്തിന്റെ കാലത്ത് സോദോം ഗോമോറയിൽ എന്തിനാ ദൈവം തീ ഇറക്കിയത്? സോദോം ഗോമോറ മുഴുവനും പാപം ചെയ്ത് ദൈവ കോപത്തിന് അർഹരായി തീർന്നിരിക്കുക. സിമിലർ സിറ്റുവേഷനിൽ നിങ്ങളായിരിക്കുന്നു എന്ന് പറയുക. ഒരുത്തൻ പോലുമില്ല, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. ദൈവം ന്യായം അയക്കാനാണെന്നുണ്ടെങ്കിൽ പട്ടുപോകുന്ന ലെവലിൽ ആയിരിക്കുന്നു എന്ന് പറയുക. 3-ാമത്തെ അധ്യായത്തിലേക്ക് കയറുമ്പോൾ അത് കൂടുതൽ നമുക്ക് വ്യക്തമാകുവാനായിട്ട് ഇടയാവും. 2-ാമത്തെ അധ്യായത്തിൽ കൂടി നമ്മൾ ചിന്തിച്ചത് യഹൂദനെ ദൈവം തുല്യ പാപിയാണ്, തുല്യ ശിക്ഷാർഹനാണെന്ന് കാണിക്കുന്ന ഒരു ഭാഗമായിരുന്നു. ഹല്ലേലൂയ. അകമേ യഹൂദനായവൻ അല്ല യഹൂദൻ, അകമേ യഹൂദനായവൻ അത്രേ യഹൂദൻ, അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന അത്രേ പരിച്ഛേദന. അവന് മനുഷ്യരാലല്ല ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും. ഹല്ലേലൂയ. ആ വാക്യം വായിച്ച് ഞാൻ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. 3-ാമത്തെ അധ്യായത്തിലേക്ക് കയറുമ്പോൾ ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ തുടർമാനമായിട്ട് മനസ്സിലാക്കുവാനും പഠിക്കുവാനും ദൈവം നമ്മളെ സഹായിക്കും. ഇതിനോടൊപ്പം ചില കാര്യങ്ങൾ കൂടെ ഞാൻ ഓർപ്പിച്ചും മനസ്സിലാക്കിയും പോകുന്നത്, ഈ വിഷയത്തിൽ ഒരു ഹോൾസം അണ്ടർസ്റ്റാൻഡിങ് നമുക്കുണ്ടായിരിക്കണം. ഒരു കാര്യം മാത്രമല്ല, മൊത്തത്തിൽ എങ്ങനെ കാര്യങ്ങൾ നടക്കാൻ പോകുന്നു എന്നുള്ള വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കി പോകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ഗാഡ് ബ്ലസ് യു ഓൾ. കർത്താവിന്റെ കൃപ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ.